നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന കാലം. ആകാശവാണി, ന്യൂഡൽഹി. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഭാരതം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വർക്കി സാറേ, ഇന്ദിരാഗാന്ധിന്റെ മൂത്ത മോൻ എന്താ പണി? പൈലറ്റ് എന്ന് വെച്ചാ ഡ്രൈവർ. ഇന്ദിരാഗാന്ധിന്റെ മോനോ? ഡ്രൈവറോ? എന്റെ അബൂക്ക വിമാനം പറത്തുന്ന ആള്. എന്നാണേലും പുള്ളിക്കാരൻ പ്രേമിച്ച കെട്ടിയത്, അതും ഒരു ക്രിസ്ത്യാനി പെണ്ണിന്. നേരോ? അതാണ് മതേതരത്വം. അതും ഏത് കുടുംബത്തിലേക്കാ? നെഹ്റു കുടുംബത്തിലേക്ക്. വർക്കിക്കൊരു കാര്യം അറിയാം. കാര്യം ഇന്ദിരാഗാന്ധി ഞാനുമായിട്ട് ശത്രുക്കളാണെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. നമ്മളെ ഈ ഓണം കേറ മൂല പോലും 10 പൈസക്ക് ഗതിയില്ലാത്തവനാണെങ്കിലും ഒരു അന്യജാതിയിലേക്ക് പിള്ളേരെ കെട്ടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞാലൊക്കെ ഇത്തിരി പുളിക്കും. സമ്മതിച്ചോ? മാളിയേക്കൽ പരേതനായ കൊച്ചുതുമ്മയുടെയും കാച്ചപ്പള്ളി കുടുംബാംഗം ലില്ലിക്കുട്ടിയുടെയും മകൾ ആലീസ്. പരുന്തുംപാറക്കാരുടെ ചങ്കിടിപ്പ്. ഈ ഗ്രാമത്തിൽ നിന്ന് കോളേജിൽ പഠിക്കാൻ പോകുന്ന ഒരേയൊരു പെൺകുട്ടി.
വർക്കി സാറേ എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഈ നേരം കൊണ്ട് അതിന് മാത്രം എന്താ ഉണ്ടായത്? പലതും. ഓ അതിനിപ്പം പള്ളി വരെ പോണ്ട കാര്യമില്ലെന്നേ. ആ എന്നതായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ആ ഞാൻ എന്നതായാലും അച്ഛനോട് പറഞ്ഞേക്കാം. വർക്കി സാറിന് ഏതാണ്ടൊക്കെ തോന്നിപ്പോയെന്നേ. എടോ കപ്പ്യാരെ, കപ്പ്യാരെ പണിയെടുത്താ മതി. ഇങ്ങോട്ട് ഊതല്ലേ. ഇതെന്താ വർക്കി സാറേ ചെരുപ്പൊക്കെ പൊക്കി പിടിച്ച്? അല്ലടോ ഈ കപ്പ്യാരെ വർക്കിട്ട് കുത്തുക. ആ പിന്നെ നിങ്ങൾ എല്ലാരെ കൊണ്ട് ആലിസുട്ടിയുടെ കാര്യം വളരെ കഷ്ടത്തിലാട്ടോ. ഈ അബൂഖാന്റെ വർത്താനം കേട്ടായിരിക്കൂ നമ്മൾ ആ കുട്ടിനെ പീഡിപ്പിക്കാൻ പോവാന്ന്. ആ എങ്കി പിന്നെ ആ തള്ള വന്ന അന്യൊന്നും വെച്ചേക്കൂല. അല്ല അപ്പൊ ഇന്നും നടക്കൂലല്ലേ? പറഞ്ഞില്ലേ ചേട്ടാ, വയ്യാത്തോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയൂ? എന്നാലും കുഞ്ഞപ്പേട്ടനല്ലേ? ചേട്ടൻ ഇതെന്നാ പറയുന്നത്? നേരം വെളുത്തേ പിന്നെ 7 എണ്ണമാ കഴിഞ്ഞ്. പിന്നെ പിന്നെ ഓരോരുത്തർ കേറി വന്നാ ഞാൻ എന്നാ ചെയ്യാനാ? അതും ഈ മഴയത്ത്. മഴ നല്ലതല്ലേ? ദേ അമർന്ന് കണ്ടില്ലേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, അതിനെ ഇവിടെ കെട്ടിയിട്ടേച്ചു നാളെ ചേർത്തിക്കാം. അത് പറ്റൂല. ഇപ്പൊ 7 കഴിഞ്ഞ സ്ഥിതിക്ക് മുട്ടനാണ് ഇത്തിരി കൊടുത്ത നടക്കുമെന്ന് ചോദിച്ചു നോക്കിയേ. ചേട്ടൻ എനിക്ക് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. അതെ അതെ ഒരു അരമണിക്കൂർ നിന്നാ നടക്കോ? ഇറങ്ങി പോയിക്കോ, അതാ നല്ലത്. നിന്റെ കാര്യമല്ല ചോദിച്ചത്, മുട്ടനാടിന്റെ കാര്യമാണ്. മോങ്ങല്ലേ നടക്കൂലെന്ന് പറഞ്ഞ കേട്ടില്ലടാ. വഴക്കാനോ? എന്നോട് വഴക്കാനാ? നാളെ കൊണ്ടുപോവാ. കുഞ്ഞപ്പോ ശരിക്ക് തിന്നോ? നാളെ തന്നെ ഞാൻ മേരിയെടുത്ത് കൊണ്ടുപോകാം. കുഞ്ഞപ്പാ വിളിച്ച എടാ കുഞ്ഞപ്പാ, ആ വല്യമ്മ ഇവള് വല്ല ഇടങ്ങേറും കാണിച്ചോ? ഏയ് ഒരു കണക്കിനെ ഞാൻ ഇവിടെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്. ആ മേരിയുടെ മുട്ടനായിട്ട് മുടിഞ്ഞ പ്രയാസം. പ്രേമോ? ദേ എന്റെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യം പറയരുത്. ഇവളെ മാളിയേക്കൽ തറവാട്ടിലെ കൊച്ചാ. മാളിയേക്കൽ തറവാട്ടിലാരും അങ്ങനെ ഒരു പേരുദോഷം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് മനുഷ്യനായാലും ശരി, മൃഗമായാലും ശരി. കുഞ്ഞപ്പൻ ആ ഭാസ്കറിന്റെ അവിടെ നിന്ന് ബ്ലൗസ് വെച്ച് വാങ്ങിയോ? അവനത് വെച്ചിട്ടൊന്നുമില്ല. അല്ല ബ്ലൗസിന്റെ കളർ എന്താണ്? ഒന്ന് കുങ്കുമ കളറ്, പിന്നൊന്ന് വെള്ള, പിന്നൊന്ന് പച്ച. ആ അതാണ് പ്രശ്നം. എന്നാ പ്രശ്നം? അവൻ ആ കളറൊന്നും പിടിക്കൊന്നുമില്ല. ചുവപ്പാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയാനെ. ചുവപ്പ് അവന്റെ ഒരു വീക്ക്നെസ്സാ. ആ അവന്റെ അപ്പനും അപ്പൂപ്പനും ഒക്കെ ചുവപ്പാ. കുരുമുളക് ഇടണോന്ന് ആരാ അത് ചോദിച്ചേ? ഞാനാ. അപ്പൊ ഏലിക്കുട്ടി എന്തിയേ? ഓ അവൾ അവിടെ തലവേദനയാന്നും പറഞ്ഞ് കിടപ്പാ. അവക്ക് എപ്പോ നോക്കിയാലും തലവേദനയാ. വല്ല ആശുപത്രിയിലും കൊണ്ട് കാണിക്കാൻ പറഞ്ഞ അതൊട്ട് കേക്കേയില്ല. ആ ഡപ്പയ്ക്കകത്തുനിന്ന് ഒരു പിടി കുരുമുളക് എടുത്തു. ആ അല്ലെങ്കിൽ വേണ്ട, ഞാൻ വരാം. ടിക്കറ്റ് എടുക്കാനുണ്ടോ? ഒരു തിരുവമ്പാടി. എവിടേക്കാ? തിരുവമ്പാടി. ടിക്കറ്റ് ഇട്ടാണ്ടോ? ടിക്കറ്റ് ഒരു എസ്റ്റേറ്റ് ബുക്ക്. എസ്റ്റേറ്റ് ബുക്ക്. ആ ഇതാ ചേട്ടാ ഒരു ടിക്കറ്റ്. കുട്ടിക്ക് ടിക്കറ്റ് വേണ്ട, കൊച്ചുമുതലാളി പറഞ്ഞു വാങ്ങണ്ടാന്ന്. കൊച്ചു മുതലാളിയോ? ആ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ആരുടെ ഓഷാരൊന്നും വേണ്ട. ഞാൻ കാശ് പിടിക്കാം. നിന്നെ പേരൊക്കെ തരാം. ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ. വേണ്ടാത്ത പറഞ്ഞാലേ ഞാൻ അമ്മച്ചിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഓ നിന്റെ അമ്മച്ചി എനിക്ക് പുല്ല. ചീത്ത കുട്ടിയാണവൻ. എന്തായാലും ഞാനിത് അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കും. വേണ്ട വേണ്ട, നമുക്കായിരിക്കും അടി കിട്ടുക. ആളിറങ്ങാളൊക്കെ ഇറങ്ങിക്കോട്ടോ. വേഗം വേഗം വേട്ട വേവട്ടെ. ഇറങ്ങി ഇറങ്ങി വാ. ആ പെട്ടെന്ന് വേട്ടെ, പെട്ടെന്ന് പെട്ടെന്ന്. ശരി മുതലാളി. ആ പോ. ഏലിക്കുട്ടി, നീ ആ മുണ്ടിങ്ങെടുത്തേ. അമ്മച്ചിക്ക് ഒരു പണിയൊന്നുമില്ലേ? ഇപ്പോഴത്തെ പിള്ളേരാവുമ്പോ ഇച്ചിരി കുസൃതിയൊക്കെ കാണും. കുസൃതിയൊക്കെ ഉണ്ടായിക്കോട്ടെ. അതെ ഈ മാളിയേക്കല കൊച്ചിന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞേക്കാനാ. അയ്യോ ഞാൻ പറഞ്ഞു കുടുങ്ങി. എന്റെ വല്യമ്മച്ചി, അവൻ പറഞ്ഞതിനൊക്കെ ഞാൻ തക്ക മറുപടി കൊടുത്തിട്ടുണ്ട്. വല്യമ്മച്ചി എന്നതാടാ? ഞാനൊന്ന് പാലാ വരെ പോയാലോ? എന്നാത്തിനാ? ആ വെട്ടിക്കണ്ടത്തെ പിള്ളേരെ വിളിച്ചിട്ട് വരാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ഏലിക്കുട്ടി, നീ ആ മുണ്ടിങ്ങെടുത്തേ. എന്റെ വല്യമ്മച്ചി, നമ്മൾ ഇതിലൊന്നും ഇടപെടാനേ പാടില്ല. ഇതൊക്കെ പാലാക്കാര് പിള്ളേര് നോക്കിക്കോളും.
ആലീസേ, ഇനി ആ ചെക്കൻ വല്ലതും പറഞ്ഞ വല്യമ്മച്ചി ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിന് നീയല്ലല്ലോ ഉണ്ടാക്കുന്നേ, ആ ചെക്കനല്ലേ. അവന്റെ കൈ ഞാൻ വിട്ടും. എന്റെ വല്യമ്മച്ചി നമ്മളെ വെട്ടേണ്ട കാര്യമില്ല. പാലക്കാരി പിള്ളേര് നോക്കിക്കൊള്ളുന്നു. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. വേണ്ട. എടി സവാള അരിയില്ലെന്ന് കണ്ണെറിഞ്ഞിട്ട് പാടില്ല. 136 175 ചില്ലറ 118. നോട്ട് 266. എന്നത്തിനാണ് അത് ഓടിക്കുന്നേ? നിങ്ങളുടെ ബത്തയും ഡീസലും കൂട്ടിയാൽ 600 തേയത്തില്ലല്ലോ. ഒറ്റ വണ്ടിയല്ലേ ഈ റൂട്ടിലുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി? ഞാനൊരാൾ വിചാരിച്ചാല് ബസ്സിൽ ആള് കയറുവോ? യോണിച്ചോ, അതങ്ങ് വിട്ടേക്കടാ. അല്ലേലും അതീന്ന് ഒത്തിരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടല്ല ഞാനിത് തുടങ്ങിയത്. ഏനാമ്പറമ്പി പൈലിയെ ചവിട്ടി തേച്ചതിനുള്ള ഒരു മറുപടി അത്രേ ഉള്ളൂ. എന്റെ കണ്ണടയുന്നത് വരെയും അതിനി എന്നാ തുക നഷ്ടം വന്നാലും ശരി, അത് നിങ്ങൾ ഓടിക്കണം. മനസ്സിലായോ? ആ, എന്നതാടാ നിന്റെ പരിപാടി? വെറുതെ കവല വരെ അതല്ല ചോദിച്ചത്, നിന്റെ ഭാവി പരിപാടി എന്നതാന്നാ? അതിപ്പോ റിസൾട്ട് വന്നാലല്ലേ ജയിച്ചതോറ്റൊന്നും അറിയാൻ പറ്റുള്ളൂ. റിസൾട്ട് വരട്ടെ. ബെന്നിക്കുട്ടിയെ, അത്താഴത്തിന് എന്നതാ സ്പെഷ്യൽ? ചേട്ടത്തിക്ക് ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ. മൊയിലുണ്ട്, ഒലത്തിയേക്കാം. നല്ല പെപ്പർ ഇട്ടായിക്കോട്ടെ. എടാ മക്കളെ, അവനെ പഠിക്കാൻ വേണ്ടി മദ്രാസി പറഞ്ഞയച്ചൊക്കെ ശരിയാ. എന്ന് വെച്ച് അവൻ വലിയ കളക്ടർ ആവുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ചുരുങ്ങിയതൊരു SI എങ്കിലും ആകാൻ പറ്റിയ നമുക്കിവിടെ ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങായിരുന്നു. നമ്മുടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പച്ച, അതൊക്കെ സർക്കാരല്ലേ തീരുമാനിക്കേണ്ടത്? സർക്കാർ തീരുമാനിച്ചോട്ടെ. സ്ഥലം നമ്മൾ കൊടുക്കുന്നു, പകരം ഒറ്റ വ്യവസ്ഥ, അവനെ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആക്കണം. നിങ്ങളോ പഠിച്ചില്ല. അവനെങ്കിലും ഒരു ഇൻസ്പെക്ടർ ആയാ നാട്ടിലുള്ള സകല ചെറ്റകളും ഈ മുറ്റത്ത് വന്ന് കാത്തു നിൽക്കില്ലേ? ഉറപ്പല്ലേ? അതിനെത്ര സംശയിക്കാൻ? സംശയമൊന്നുമില്ല. അല്ലേലും പണം വെച്ച് തൂക്കി നോക്കിയാലേ ഏണാമറമ്പിക്കാരുടെ തട്ടേ താഴുള്ളൂ. പിന്നെ അല്ലാതെ. എങ്കിൽ പിന്നെ അമാന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? തനിക്ക് അങ്ങനെ ആഗ്രഹമുള്ള സ്ഥിതിക്ക് അതൊക്കെ നേരിട്ട് പറയാലോ. എന്തേ? പിന്നെ എങ്കിൽ പിന്നെ വെച്ച് താമസിക്കണ്ട, ധൈര്യമായിട്ട് മുട്ടിക്കോ. ഞങ്ങളൊക്കെ ഒപ്പം ഇതങ്ങനെ പിടിച്ചേ, ഒറ്റ വലി. എങ്ങനെ ഉണ്ടോടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നെ കുഴപ്പിച്ചോ? അച്ഛനല്ലേലും പ്രേമനസരല്ലേ? എന്നാ ഇറങ്ങാൻ നോക്ക്. അമ്മച്ചി, ലില്ലിക്കുട്ടി. സ്തുതിയായിരിക്കും. ആ, സ്തുതിയൊക്കെ കൊള്ളാം, പക്ഷെ എന്നെ കണ്ട് തിരിഞ്ഞോണ്ട് ശരിയായില്ല. ഇല്ലച്ചോ, അത് അച്ഛൻ അകത്തേക്ക് ഇരിക്കാം. വലിയ അകത്തോട്ട് വിളിക്കാം. അമ്മച്ചി വരൂ അച്ഛോ. സാത്താന്റെ വിനോദങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഈ ഉള്ളവളെയും കുടുംബത്തെയും കാത്തോളണേ. അമ്മച്ചി, കൊണത്താപ്പള്ളി അച്ഛൻ വന്നിട്ടുണ്ട്. കൂടെ 2 പേരും ഉണ്ട്. ഇതിപ്പോ ആരാണാവോ? കാര്യങ്ങളൊക്കെ ഞാൻ ഈശോ മിശിഹായിക്ക് സ്തുതി. ആവട്ടെ. മുണ്ട് താത്തി. അയ്യോ കണ്ട ഇവരൊക്കെ. ഞാൻ പറയാ. ആ അറ്റത്തിരിക്കുന്നത് ഇവരൊക്കെ ആരാണച്ചോ? താനൊന്നും മിണ്ടായിരിക്കും. ഏനാമ്പറമ്പിലെ പൈലിയുടെ മക്കളാ. ഓ, അച്ഛൻ കാലത്ത് തന്നെ വല്ല പിരിവോ മറ്റോ ആണോ? അതൊന്നും അല്ലെന്നേ. വളച്ചു കെട്ടില്ല, അത് കാര്യം അങ്ങ് പറയാം. ഇവിടുത്തെ കൊച്ചിന്റെ കാര്യ. അവക്ക് എന്നാ പറ്റി? അവൾ അകത്തുണ്ടല്ലോ. അവക്കൊന്നും പറ്റിയതല്ല, ഒരു കല്യാണാലോചന. ആണോ? എവിടുന്നാ? എന്നാ ചോദ്യം ഇത്? ചെറുക്കന്റെ ചേട്ടന്മാരല്ലേ ഇരിക്കുന്നേ. ആലീസും ബെന്നിക്കുട്ടിയും തമ്മിലെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവൻ ഇക്കാര്യം ആലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ഓ ലില്ലിക്കുട്ടി, ആലീസ് അങ്ങനെ വല്ലതും നിന്നോട് പറഞ്ഞായിരുന്നു? ഇല്ല. എങ്കിൽ അങ്ങനെ ഉണ്ട്. ആലീസേ, ഇങ്ങോട്ട് മാറിയതില്ലേ? ഇവരെ നിനക്കറിയാവോ? ഇല്ല. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. എങ്കിൽ ഞാൻ പറയാം. ഏനാമ്പറമ്പിലെ കൂട്ടക്കാരാ, മക്കളാ. ഇവരുടെ അനിയൻ ചെറുക്കൻ ഒരുത്തനുണ്ട്, ബെന്നിക്കുട്ടി. അവനെ നിനക്കറിയാവോ? അറിയാം. എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞതല്ലേ വല്യമ്മച്ചിയോട്. ഓ, അവനാണോ? എന്നാ പറ്റി? എന്നാ പറ്റിന്നോ? അങ്ങ് പറഞ്ഞു കൊടുക്കടി ആ ചെറുക്കൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അയ്യോ, അച്ഛനോട് ഞാനതൊക്കെ എങ്ങനെയാ പറയാ? പറ കൊച്ചേ. പറഞ്ഞ മോളെ, അച്ഛനല്ലേ പറഞ്ഞോ? വേണ്ട അച്ഛോ,
ഞാൻ പറയല മൊത്തം അശ്ലീലമാ. അടച്ചോ ഞാൻ പറയാ അച്ഛനോട്. അച്ചോ, ഇവന്മാരുടെ ഒക്കെ വക്കാലത്തായിട്ട് നടന്നാലേ അച്ഛൻ പിന്നെ കപ്പ്യാര് പണിക്ക് പോണ്ടി വരും. കുഴി വെട്ടാൻ പോണ്ട വരും. ഞാനൊരു അച്ഛനായി പോയി, അല്ലെങ്കിൽ താൻ എന്റെ കേട്ടനെ. ഇതിപ്പോ ആ കിളവിടെ മുന്നിൽ ഞാൻ നാറിപ്പോയില്ലേ? അച്ചോ, അച്ഛൻ വലിയ വർത്താനൊന്നും പറയണ്ട. ഇപ്പൊ ഉണ്ടായ നാറ്റം അച്ഛനങ്ങ് സഹിച്ചേക്ക്. അച്ചോ, ഓർമ്മയുണ്ടോ? നാട് മുഴുവൻ നിരങ്ങി നക്കാപ്പിച്ചേ വായി ഒടുക്കം ഈ മുറ്റത്ത് വന്നപ്പോ ചക്കച്ചോള പോലെ രൂപ 50,000 അങ്ങ് എടുത്തിട്ട് തരാൻ ഈ പൈലി കുഞ്ഞെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, യേശുക്രിസ്തു എന്റെ അളിയനായതുകൊണ്ടൊന്നും അല്ല. ഓ ഓ ഓ, പക്ഷെ അക്കാരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്ന എന്നാത്തിനാ? അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. പള്ളിപ്പണിക്ക് കാശ് ചോർത്തിയവരാണെന്ന് വെച്ച് മാളിയേക്കൽ കയറി കൊച്ചിനെ കെട്ടിച്ചേരണമെന്നില്ലല്ലോ. അച്ചോ, ഞങ്ങൾ പറഞ്ഞു വരുന്നത് അച്ഛനെ മനസ്സിലാഞ്ഞിട്ടാ. ഏടോ കുറഞ്ഞ, അല്ലെങ്കിലും തന്നെ പറ്റി വലിയ നല്ല ധാരണ ഉള്ളതുകൊണ്ടൊന്നല്ല കൂടെ വന്നത്. പിന്നെ ഒരു കല്യാണം കൊണ്ടെങ്കിലും നന്നാവെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി. പക്ഷെ കാണാൻ പോകുന്ന പെണ്ണിന്റെ ചങ്ങിമലങ്ങൾക്ക് താൻ മുന്നേ പിടിച്ചിരുന്ന കാര്യം ഞാൻ അറിയുന്ന അവിടെ ചെല്ലുമ്പോളാ. അങ്ങോട്ട് എഴുന്നള്ളിന് മുമ്പ് ഇതൊന്നും വിസ്തരിച്ചിരുന്നെങ്കിലേ എനിക്കിതിനൊരു പരിഹാരം കാണാമായിരുന്നു. എന്നാ പരിഹാരം? ഞാനങ്ങ് എഴുന്നള്ളിലായിരുന്നു, അത് തന്നെ പരിഹാരം. ഓ, ഇപ്പൊ എന്നായി? അവരുടെയൊക്കെ മുന്നിൽ ഞാനൊരു പന്ന മൂന്നാനായി. സൈക്കിൾ എനിക്ക് ഈ ലോഹയും കുറിച്ചൊക്കെ ധരിച്ചുകൊണ്ടാ ഞാനൊരു അച്ഛനായിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഇതൊക്കെ ഊരിയറിഞ്ഞിട്ടേ ഞാനൊരു പിശാചായി മാറും. ചേട്ടത്തി ഒന്ന് പറഞ്ഞു, അച്ഛനൊന്നിങ്ങ് വന്നേ. എന്നെയാണോ? പിന്നല്ലാതെ ഇവിടെ വേറെ ഏതാ അച്ഛനിരിക്കുന്നേ? എങ്ങോട്ടേക്ക് പോകുന്ന കാര്യം എന്താന്ന് പറ. അച്ഛോ, അച്ഛന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് തവണ കുമ്പസരിച്ചിട്ടുണ്ട്. ത്രേസ്യാക്കുട്ടി കാര്യം പറ. എങ്കിലാ പരിചയം വെച്ചിട്ട് പറയാ, അച്ഛനങ്ങ് ക്ഷമിക്കേ. ഇതിപ്പോ തലപോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. അച്ഛൻ എന്നെ തെറിയാന്നേ പറഞ്ഞേ. ഓ, അതൊക്കെ തെറിയാണോ? ഉള്ളതല്ലേ. നീ പറയുന്ന കേട്ടാ തോന്നുന്നു നീ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ലെന്ന്. ഒന്ന് പോ കൊച്ചെ. എന്നാ പിന്നെ ഞാൻ അങ്ങ് വിടാ. അല്ല, ഇപ്പൊ എന്നാ കുമ്പസാരത്തിനുള്ള സ്കോപ്പ് ഒന്നും ഉണ്ടാവാറില്ലേ? അപ്പൊ ഞാൻ ഇറങ്ങുവാ. അപ്പൊ അച്ചോ വിടണ്ടായോ? ഓ, വിട്ടെടുത്തോളം മതിയേ. ഞാൻ ഇതിലങ്ങ് പോയിക്കോളാം. അതെ, അങ്ങനെ ആളെ വഴിയേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയണം താൻ എന്നെ കെട്ടുമോ ഇല്ലയോ എന്ന്. അപ്പൊ വെല്ലുമിച്ച് പറഞ്ഞ കാര്യമൊന്നും ഇവർ ഇയാളോട് പറഞ്ഞില്ലേ? വെല്ലുമിച്ചിന്റെ കാര്യമൊക്കെ വിട്. ഞാൻ അവരെ കെട്ടാനൊന്നും പോണില്ലല്ലോ. പിന്നെ താൻ എന്നെ പറ്റി പറഞ്ഞ പരാതി ഞാൻ തന്നെ കേറി പിടിച്ചെന്നോ ചില വൃത്തികെട്ട വർത്താനങ്ങൾ പറഞ്ഞെന്നോ ഇടി അത് ഞാൻ കെട്ടാൻ പോണ പെണ്ണാന്ന് വിചാരിച്ചോണ്ടല്ലേ? അത് തെറ്റായി പോയെങ്കിൽ മാപ്പ്. എന്നെ കെട്ടൂന്ന് ഇയാളങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാൻ സമ്മതിക്കണ്ടേ? അതൊക്കെ താൻ സമ്മതിക്കും. തനിക്ക് ഞാൻ നല്ലൊരു ഫോട്ടോ തരാം. മദ്രാസിയിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ എടുത്താ. അതിലോട്ട് ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നാണ്ടല്ലോ, പിന്നെ എന്നെ കെട്ടു. അല്ലേ വേണ്ട, എങ്കോട്ടി മാത്രം ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ നിനക്ക് തരാം. അതെ, അത് നീ നിന്റെ അമ്മയ്ക്കൊണ്ടേ കൊടുത്തേക്ക. ചേച്ചി വാ. മുംതാസേ, മുംതാസേ, അനക്കകത്ത് പണിയൊന്നുമില്ലേ? ഹിപ്പിന്റെ വായനയൊക്കെ നല്ല രസമുണ്ട്. ഇജന്റെ മൂന്നാമത്തെ കൽബായോണ്ട് ഞാനാണ് ക്ഷമിക്കുക. കേറി പോകത്ത് പോകത്ത്. എടാ അപ്പി, അനക്കെന്തത്രല്ല സന്തോഷം? ആഹാ, അപ്പൊ ഈ കാര്യം അറിഞ്ഞില്ല. മാളിയേക്കൽ ആലീസുട്ടി ഏനാമ്പറമ്പിലെ ബെന്നിക്കുട്ടിനെ മോത്തടിച്ച് അതിന്റെ സന്തോഷത്തിലാവും തന്നെ. സത്യമാ, എനിക്ക് അഭിമാനം തോന്നി. അവളാണ് പെൺകുട്ടി. എന്നതായാലും അവൾക്ക് അവനോട് താല്പര്യമില്ലെന്ന് മനസ്സിലായി. അല്ല, ഓൾക്ക് പന്നോടായിരിക്കും ലവ്. അങ്ങനെയും ഞാൻ ചിന്തിക്കാതില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഇന്ന് അവള് കാണിച്ചത് ഗംഭീരമായി. അവനത് കിട്ടണം. ബോറൻ സംഗതിയൊക്കെ ശരിയാ. ഇതിന്നൊക്കെ എനിക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്ത് മനസ്സിലായെന്ന്? ഒന്നും മനസ്സിലായില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. മാളിയേക്കൽ ആലീസിന്റെ പിന്നാലെ നടക്കണമെങ്കിലേ തല്ലെല്ലാം കൂടി തയ്യാറായിട്ട് വേണം നടക്കാൻ. മനസ്സിലായില്ലേ? നീ പോടാ. കുഞ്ഞപ്പ, ആരാ ഈ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുന്നേ? കത്തുന്നില്ലല്ലോ. കുഞ്ഞപ്പ, എന്റെ കർത്താവേ, ഇതെന്നാ പറ്റിയതാ? കുഞ്ഞപ്പ, കുഞ്ഞപ്പ, എലിക്കുട്ടി,
ഏലിക്കുട്ടി, എന്റെ കർത്താവ് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? കുഞ്ഞപ്പാ, കുഞ്ഞപ്പാ. കർത്താവേ, എന്നതാ ഇത്? കുഞ്ഞപ്പാ, ആലീസേ, ലില്ലിക്കുട്ടി, പിള്ളേരിതൊക്കെ എവിടെ പോയി കിടക്കാം? ആലീസേ, മോളെ, ഇതാരും കല്ലെറിയുന്നതാ. ആരാ ഇവരൊക്കെ? സംഗതിയൊക്കെ ശരി, പക്ഷെ ഈ ഒരു കുപ്പിയുടെ ബലത്തിൽ നമ്മളെങ്ങനെ ആളുകളെ സംശയിക്കും? അച്ചോ, ഞാനിപ്പോ അച്ഛന്റെ ലോഹം എടുത്തിട്ട് ഈ കുർബാന നടത്താൻ നിന്നാ എനിക്ക് വല്ല അറിയാമോ? അത് വിഷയാക്കണ്ട കുഞ്ഞപ്പ, ഞാൻ പറഞ്ഞു തരാന്നേ. അതിന് പരിചയം വേണം, പരിചയം. അച്ചോ, അച്ഛൻ കുടിക്കാറുണ്ട്, ഞാൻ കുടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെയും അപ്പുറം ഇപ്പുറമുള്ള പഞ്ചായത്തിലെ സകല ചാരായ ഷാപ്പിലും ചാരായത്തിന്റെ ടേസ്റ്റ് എനിക്കറിയാം. ഇവനിത് എന്നതൊക്കെയാ ഈ പറയുന്നത്? അച്ചോ, അവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട. വേറൊന്നിനും കൊള്ളത്തില്ലെങ്കിലും ഇക്കാര്യത്തിൽ അവന് തെറ്റാൻ വഴിയില്ല. അപ്പൊ പെണ്ണ് കൊടുക്കാത്തതിന്റെ കലി തീർക്കാൻ അവന്മാർ ആളുകൾക്ക് ചാരായം കൊടുത്തുവിട്ട് ചെയ്യിപ്പിച്ചതാണെന്നാ പറയുന്നത്. അങ്ങനെ അല്ലാന്ന് കരുതാൻ കാരണമൊന്നുമില്ലല്ലോ. എങ്കിൽ പോലീസിലൊരു പരാതി കൊടുക്കും. അല്ലെങ്കിൽ വേണ്ട, ഒന്നാമത് 5-10 മൈൽ പോണം. പിന്നെ കേസും കൂട്ടൊക്കെ ആയിട്ടേ ആലീസിനായിരിക്കും കൊടുക്കാൻ ചീത്തപ്പേര്. വല്യമ്മച്ചി, ഞാനൊന്ന് പാലാക്കി വിട്ടാലോ? പാലാക്കി കോപ്പ. വേറൊരു വഴിയുണ്ട്. പറ്റിച്ചതാ. എടുക്കണേ. ഹലോ, 252 തന്നെ. വലിയ കൊടുക്കാം, വലിയ സംസാരിക്കോട്ടാ. ആ മാളിയേക്കലെ മറിയാമ്മ ചേട്ടത്തിയാടാ. ഇത് എന്നാ അത്ഭുതമാന്നേ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ ഉള്ളൂ ചേട്ടത്തിനും പിള്ളേരുടെയും കാര്യം. ആട്ടെ, ചേട്ടത്തിക്ക് സുഖാന്നോ? ഒന്നും പറയണ്ടടാവേ, ഇവിടെ ആകെ ഒരു ഏനക്കേടാ. ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ. എന്നതാന്നേ പ്രശ്നം? ആ ഏനാമ്പറമ്പിലെ ചെറുക്കനെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. അവനിപ്പോ ആലീസിന്റെ പുറകെ നടക്ക. അവളെ കെട്ടണോന്നും പറഞ്ഞോട്ട്. ആര്? ആ പെടയോ? മധുരാശിലെങ്ങാണ്ട് പഠിക്കുന്നത്? ആ, അവൻ തന്നെ. എന്നാ പറയാനാന്ന് നോക്കണേ. താനൊന്ന് ഇവിടം വരെ വന്ന് കുറച്ചു ദിവസം ഇവിടെ നിന്നാ നന്നായിരുന്നു. ഈശോയെ, ഞാനിപ്പോ എന്നാ പറയാനാ? കോണിപ്പടിയാന്ന് വീണേച്ച് കാലൊടിഞ്ഞ പരുവത്തിലാ ഞാൻ. എങ്കി കൊച്ചുമോനെ പറഞ്ഞു വിട്ടാലും മതിയായിരുന്നു. അതിന് അവനിവിടെ ഇല്ല, ഷിമോഗയില. ഇഞ്ചി കൃഷിയുടെ സമയമല്ലയോ? അപ്പോ പരപ്പേലെ ആന്റണിയോ? പുള്ളിക്കാരനിപ്പോ കമ്മ്യൂണിസം മൂത്ത് നെക്സലന്റ് പോറാൻ നടപ്പാ. ഞാൻ കണ്ടേച്ച് ഒത്തിരി കാലമായി. ഈശോയെ, അവനോ? എടാ, അവനോട് പറഞ്ഞ 5-6 നക്സലേറ്റുകാരെ നമുക്കും കിട്ടുവോ? നക്സലേറ്റുകളാവുമ്പോ ഏനാമ്പറമ്പുകാരൊക്കെ ഒന്നങ്ങ് വിരളും. ചേട്ടത്തി, ഇത് എന്നാ വർത്താനേ പറയുന്നത്? നെക്സലേറ്റ് എന്നൊക്കെ പറഞ്ഞാ ആരാന്നാ കരുതിയ? പിന്നിപ്പോ എന്നതാടാ ഒരു വഴി? ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ ഒന്നും നടക്കുകയല്ലേ ചേട്ടത്തി. നാശം, കട്ടായി. അല്ലേലും വലിയ കാര്യമൊന്നുമില്ല. അവനെ കൊണ്ടൊന്നും നടക്കുകയല്ല. കുഞ്ഞപ്പാ, എന്താ വല്യമ്മച്ചി? താൻ പറഞ്ഞില്ലേ തനിക്ക് പാലായിൽ ആരൊക്കെ ഉണ്ടെന്ന്? എങ്കി വിളിച്ചോണ്ട് പോവാമാരെ. ഇന്ന് തന്നെ പോണോ? ഇന്നല്ല, ഇപ്പൊ തന്നെ. കർത്താവേ, ഈ പാല എവിടെയാണാവോ? കിടത്ത പാമ്പിനടുത്ത്. ഇനി ആരോട് എന്റെ അടുത്ത് പറ്റിയൊക്കെയാണേ? സമ്മതിച്ചോ? സമ്മതിച്ചോ? ഇനി ആരോട് എന്റെ അടുത്ത് പറ്റിയൊക്കെയാണേ? നീ തന്നെ നിനക്കെങ്ങനെ വെയിറ്റുണ്ടാവും? നിന്നെ പിടിച്ചു പോക്കിയാ ഞങ്ങളല്ലേ? അല്ല അല്ല, നമ്മളിത് എങ്ങോട്ടായി പോന്നേ? വയനാട്ടിലേക്ക്. നിനക്ക് പെണ്ണ് കാണാൻ. അല്ല, അപ്പൊ നമ്മൾ ഇവിടെ തങ്ങിയതോ? ഡാൻസ് കാണാൻ. കോഴിക്കോട്ടെ
സാരതിലയ ഭാവം സുരസാര സ്വരജതി മേളം ആനന്ദം ആനന്ദം നാഗം കരിനാഗം പകരൂനി മനമോഹം നീ നാഗം കരിനാഗം പകരൂനി മനമോഹം ആനന്ദം ആനന്ദം പട്ടേ എണീക്കടാ നൂല് എണീക്കടാ എണീക്ക് സമയം ഒരുപാട് ഇന്നലെ എന്താ ഉണ്ടായത്? നീ ആ ക്യാബറ ആർട്ടിസ്റ്റിന്റെ കൈ പിടിച്ച് ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഉമ്മൊപ്പും ബഹളവും. നീ നല്ല ബോറായിരുന്നു. ആര്? ഞാനാ? പിന്നാര്? സത്യം പറഞ്ഞ എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായല്ലേ? ഡാ നമുക്ക് ഇന്നും കൂടി ഇവിടെ നിന്നാലാ? എന്തിന്? അവളുടെ ക്യാബറ ഡാൻസ് ഒന്നും കൂടി കാണാം. രണ്ടാം വട്ടം കാണുമ്പോൾ അവളായിട്ടൊന്നും കൂടെ എടുക്കാൻ പറ്റിയാലാ? എങ്ങനെ പൊളിയല്ലേ? കൂടുതൽ അടുപ്പിക്കണേ. റെഡിയാ നോക്ക്. ചെല്ല് പോണം പോണം ചെല്ല്. അപ്പൊ എന്നോട് പുറത്തേക്ക് ക്യാബറ ഡാൻസ് കയറി. അവളല്ലെങ്കിൽ വേറെ വൃത്തി ഇങ്ങനെ വന്നിങ്ങാട്. പിന്നെ അവളെ ഭൂതമാവിന്ന് ഇറക്കാൻ നടക്കണം. ഏത് പെണ്ണെ കടൽ മണത്ത് പോക്കോളും. വൃത്തിയായിട്ടവൻ വേണമെങ്കിൽ വന്നാ മതിയടാ. ഹായ് മല്ലി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഐ ആം ഗുഡ്. അതാരാ ഹസ്ബൻഡാ? ഇല്ലമ്മ, ഈ ഇളയ മകൻ താഴെ. മകനാ? എന്നാൽ ഇന്നലത്തെ കാര്യം തള്ളയാലെന്താ ക്യാബറ ചുരം ഇടിഞ്ഞിരിക്കുന്നു, വളവ് തിരിഞ്ഞു പോവുക. ഇത് നമ്മുടെ സ്ഥിരം പരിപാടി. ഒന്ന് ബാക്കൊക്കെ കൊഴുത്തുകാരെ എസ്തപ്പാന്റെ പോകുന്നല്ലേ അപ്പനെ പണ്ടാരടങ്ങാൻ വഴി തെറ്റിയെന്നാ തോന്നുന്നത്. ഒന്ന് ചോദിക്കാന്ന് വെച്ച ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ. നസീറിന്റെ പടത്തില് ജോസ് പ്രകാശ് ഇങ്ങനെ വഴി തെറ്റുന്നുണ്ട്. അവസാനം പുള്ളി ഒരു ടിവിയിൽ എത്തിപ്പെടും. കരിമ്പടം പോച്ചി വാച്ചറുമായി റാന്തൽ വരും. റാന്തലുമായി വാച്ചർ വരും. എടാ സുധി, നമുക്കും അതേപോലെ ഒരു ടി വി ഉണ്ടെങ്കിൽ അവിടെ പോയി കയറിയാലോ? എന്തിനാ? അവിടെയും വാച്ചർ കാണുമല്ലോ. നല്ല വെടിയിറച്ചിയും പിന്നെ മറ്റൊരു പെണ്ണ്. അപ്പൊ നീ ആ പടം മൊത്തം കണ്ടില്ലേ? എടാ അതിനകത്ത് ജോസ് പ്രകാശ് അല്ലേ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത്. എടാ സുധി, ഈ ജോസ് പ്രകാശിനൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങൾ സ്വമേധ നിന്നോടത്ത് ചരിത്രം ഉണ്ടാ? ഒന്ന് വെറുതെ ഇരിക്കണം. മനുഷ്യവിടെ വെച്ചത് ഉണ്ടെന്നിരിക്കുമ്പോഴോ അവന്റെ ഒരു നിന്റെ വയറ്റിലുണ്ടാടാ കോഴിക്കുഞ്ഞുണ്ടാ? എപ്പോഴും കച്ചപ്പ് കച്ചപ്പ്. ആരും അലമുണ്ടാക്കില്ല. അമ്മാവോ മറ്റു കുറെ ആയല്ലോ. അമ്മാവോ നല്ല ശാന്തം. നമസ്കാരമുണ്ട്. കേട്ടോ കഴിക്കാന്നല്ലേ കള്ള്? അത് മനസ്സിലായി. കള്ള് ഇന്നത്തെയാണോ ഇന്നലത്തെയാണോ എന്നാ ചോദിച്ചത്. ഇന്നത്തെ ഉണ്ട് ഇന്നലത്തെ ഉണ്ട്. കൊള്ളാല്ലേ? കഴിച്ചു നോക്കാതെയാണോ കൊള്ളാന്ന് പറയുന്നേ? അല്ല ചേട്ടൻ കൊള്ളാന്ന് പറഞ്ഞ. ഞാൻ ഇന്നത്തെ അല്ല ഇന്നലത്തെ അല്ല, കുറച്ച് പഴയതാ. ഞങ്ങൾക്ക് പഴയതൊന്നും വേണ്ട, പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ. മധുരക്കള്ള് കൊണ്ടോ? 4 എഴുത കൊണ്ടുപോയിക്ക്. 4 മതിയാവൂ. പിന്നെ ചേട്ടാ തിന്നാനാവുള്ളേ? ഞണ്ട്, അയല, ചെമ്മീൻ, നെയ്മീൻ, കരിമീൻ, കക്ക, കപ്പ, വെടിയിറച്ചി. എനിക്ക് കക്ക. എനിക്ക് മതി. അല്ല മീൻ മതി. ഞാൻ പറയാം. മീൻ പീര മതി, അത് മതി. അമ്മ വന്ന് പറഞ്ഞു മീൻ പീരല്ലേ നല്ലത്. കണ്ടോ? മീൻ പീര
അത് മതി. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക. അതാ തീരുമാനിച്ച മീൻ പീര് മതി. ഞണ്ടണ്ട എനിക്ക് കക്ക മതി. കക്ക മതി. എനിക്ക് കക്കയല്ല, മീൻ പീ- എനിക്ക് മീൻ പീര്. ശ്ശെ. അവിയലെടുത്തു. നിങ്ങളെന്താ ആളെ കളിയാക്കാ? ഇതെന്താ ആളെ കളിയാക്കുന്ന സ്ഥലം? അതകത്തുണ്ട് വെക്കടാ. അയ്യോ കള്ള്. ചേട്ടാ അതെ, നിങ്ങൾക്ക് തരാൻ ഇവിടെ കള്ളില്ല. മകള് പോവാൻ നോക്ക്. ഞങ്ങൾക്ക് തരാൻ കള്ളില്ലെങ്കിൽ നീ ഷാപ്പ് നടത്തണ. എന്റെ ബില്ലെത്രയായി? ആണോ? ഇനി ആരാണുള്ളത്? വാടാ ഇറങ്ങി വാടാ. അവന്റെയൊക്കെ കള്ള് കുടി. വാടാ. എന്റെ പല്ല് ദേഷ്യം മാറിയിട്ടില്ല. പോലെ 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 എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? നിങ്ങൾ ഈ നാട്ടുകാരാണോ? അല്ല. ഞാൻ പറയണ കേട്ട് ഞെട്ടരുത്. താൻ ടെൻഷൻ അടുപ്പിക്കാണ്ട് കാര്യം പറ. ഈ വണ്ടിയിൽ എന്നെ കൂടി കൊണ്ടുപോകും. ഇത്രയുള്ളൂ കാര്യം. എന്താ എന്റെ പേര്? കുഞ്ഞപ്പൻ. എന്നാ പിന്നെ കുഞ്ഞപ്പനെയും കിട്ടിക്കോ. പുറയിലിരിക്കണ അല്ലെങ്കിൽ ബാഗിലിരിക്കണം? പുറകെ കയറിയാതെ. ആ കുഞ്ഞപ്പനെ കേട്ടോ. ആ കുഞ്ഞപ്പ പിടിച്ചിരുന്നോ? ഞാൻ നിന്നോളാം. പോട്ടെ. നീലഗിരിയുടെ സഖികളെ ആ പാട്ടിട്ടെ. വിലക്ക് എങ്ങനെയാണേ കുഞ്ഞപ്പ, ഈ ഭൂതത്താൻ പറയപ്പം കുറെ ദൂരം പോണോ? എന്താ നിർത്തണോ? ആരെങ്കിലും പോവോ? കുഞ്ഞപ്പ, എടോ കഴിഞ്ഞ തിങ്കള് 3, വെള്ളി 4. തിങ്കള് 3 ചൊവ്വയല്ലേ 4? ശരിയാണല്ലോ. അത് കലണ്ടറില്. ഞാൻ ഭൂതം കൊന്ന് ചോര കുടിച്ച ആൾക്കാരെ കണക്കാണ് പറഞ്ഞത്. ഭൂതപ്പാറയിൽ നിങ്ങൾ എന്തിനു പോകുക? അവിടെ ഒരു ടി.ബി. ഉണ്ട്. ഇന്ന് രാത്രി അവിടെ തങ്ങാന്നാ കരുതിയെ. അവിടെ ആവുമ്പോ മറ്റു ചില സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. വെല്ലുമിച്ചിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ തൽക്കാലം ഇവരെ പാലക്കാരാക്കാം. ഈ വക കാര്യത്തിന് വേണ്ടി അവിടെ വരെ പോണമെന്നുണ്ടോ? പിന്നെന്തി? അത് നിങ്ങൾ കാര്യമാക്കാൻ വേണ്ട. കുഞ്ഞപ്പ കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ചിട്ട്. വീട്ടിലാർക്കുണ്ട്? വീട്ടില് ഞാനും കുറെ പെണ്ണുങ്ങൾ. എങ്ങോട്ടാ? നേരോട്ട് മതിയോ? വളച്ചേക്കണേ. വീട് നിറയെ പെൺകുട്ടികളായിരിക്കും അല്ലേ കുഞ്ഞപ്പ? ഇവിടെ നല്ല ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ അല്ലേ? തുടങ്ങിയല്ലോ വിശപ്പ്. ആരും ആക്രമണം കാണിക്കല്ലേ? ഞാൻ തന്നെ നോക്കണം കാലി ചോട്ടിലടാ. ശബ്ദം ഉണ്ടാക്കിയ കൊള്ളാലോ. വാ. കുഞ്ഞപ്പന്റെ സ്വന്തം വീടാ? സ്വന്തം വീടാണെന്ന് വെച്ചാ സ്വന്തം വീട് പോലെ. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. കുടിക്കാനായി ഇച്ചിരി വെള്ളം കിട്ടി. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. പാല് ആയിരിക്കും. ഇതെങ്ങനെ ശരിയാവും? നമ്മൾ 4 പേരില്ലേ?
മുറിയൊന്നും കാണില്ലല്ലോ. നമുക്ക് രാത്രി അടക്കം എന്തിനാണ് അതല്ലടാ മറ്റേ സംഭവം നടക്കുമ്പോ. അതെ അതെ, അതിന് ബാക്കി എടുത്ത് പുറത്തിറങ്ങിന്നാ പോരെ. അത് വേണ്ട, നീ കുളിഞ്ഞു നോക്കും, അത് ശരിയാവൂല. രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ രഹസ്യമായി തന്നെ ചെയ്യണം. നീ ഒന്ന് അടങ്ങിയിരിക്കടാ, നമുക്ക് തന്നെ വേറെ വഴി ഉണ്ടാക്കാം. അല്ലേ വേണ്ട, ഞങ്ങള് കണ്ണുകുത്തിരുന്നോളാം. അപ്പൊ നിന്റെയൊക്കെ കാതും പൊത്താം. അത് വേണ്ട. എത്തിന്ന് തോന്നണ. വെള്ളം ഇവിടേക്ക് ഇങ്ങനെയാണല്ലേ? അല്ല എങ്ങനെ? അല്ല, ആദ്യം തന്നെ വെള്ളം. കുളിച്ച കാര്യങ്ങളൊക്കെ അറിയാല. കുഞ്ഞപ്പേട്ടൻ പറഞ്ഞായിരുന്നു നിങ്ങള് പാലായിന്നാണല്ലേ? അതെ, പലന. അല്ല, കൂടെ ഉള്ളവരൊക്കെ എവിടെ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട്, പക്ഷെ ഞാനാ മെയിൻ. നിങ്ങള് 4 പേരുണ്ടല്ലേ? 4 പേരധികമാണോ? 4 പേരെ കൊണ്ടൊക്കെ ആവോ? അല്ല, എത്ര പേരാലും എനിക്ക് പെന്ന. അതൊക്കെ നിങ്ങളുടെ മിടുക്ക്. എന്നാ പിന്നെ ഞാൻ പോയിച്ച് വരാം. പിന്നെ ഗ്ലാസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാട്ടോ. പിടിച്ചേ, ഇതേപോലെ എത്രണ്ണം കാണുവാടാ. ഡാ, അവള് പറഞ്ഞു കേട്ടല്ല. കേട്ടു. നമ്മള് ശരിക്കൊന്ന് തയ്യാറെടുക്കണം. നമ്മള് പരാജയപ്പെടാൻ പാടില്ല. ഇതിനെ കുഞ്ഞപ്പ വരാ ഞങ്ങൾ തുടങ്ങും. ഇവിടെ ഉണ്ട്. ഇതൊന്ന് രുചിച്ചു നോക്കിയേ. വെടിയിറച്ചി. ഒരു 2 ദിവസം നിൽക്കാൻ പറ്റും. 2 ദിവസം എന്ന് പറയുമ്പോ ഇന്ന് വേഴമല്ലേ, വെള്ളി ശനി ഞായർ. അയ്യോ, അത് 3 ദിവസമായില്ലേ? അല്ല, ഞായറാഴ്ച ഹോളിഡേ അല്ലേ, അത് കണക്കി കൂട്ടണ്ടല്ലോ. അല്ല, എന്നാലും 2 ദിവസം കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടികളൊക്കെ പൊളിയും. കുഞ്ഞപ്പ നിർബന്ധിച്ച സ്ഥിതിക്ക് നമുക്കൊരു 3 ദിവസം നിൽക്കാം. ഒന്നിനൊരു കുറവ് ഞാൻ വരുത്തില്ല. വെള്ളച്ചാട്ടം കാണാം, നീന്തി കുളിക്കാം, പുഴയില് മീൻ പിടിക്കാം. നീന്തറിയില്ലെന്നേ. നീന്തൽ എന്തിനാ അറിയണത്? നീന്തൽ അറിഞ്ഞിട്ടാണ് പെണ്ണുങ്ങളെല്ലാം പുഴയെ കുളിക്കുന്നത്. പെൺകുട്ടികളാ പുഴയില് നീന്തണം. നമ്മള് 4 ദിവസം കഴിഞ്ഞ പോകുള്ളൂ. കുഞ്ഞപ്പൻ ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞു പോകും. കോർക്ക് പോലും പിടിവിടുന്നില്ല. മണത്ത് നോക്കിട്ട് പോകാൻ കള്ളത്തരം കാണിച്ചാ. കുഞ്ഞപ്പൻ പോയി അവിടുത്തെ കാര്യമൊക്കെ ഒരു മയത്തിലൊക്കെ കഴിക്കണം. പോയ വഴി ഇറങ്ങില്ല. എന്നെ ചതിച്ചിട്ട് വേറൊരുത്തനെ വിളിച്ചു വരുത്തണം. എവിടെ പോയാൽ മതി? അന്നെങ്ങാനും കണ്ട വേറൊരുത്തരം വിളിച്ചു വരുത്തണം. നീയൊക്കെ ഇവിടെ കാണുന്നറിയാം. നിന്നൊക്കെ അന്വേഷിച്ചല്ലേ? വീട്ടിൽ നിന്ന്
എന്താണ് കുമ്മോക്കണ വെച്ചോ. നിനക്ക് വെള്ളം പിടികിട്ടിയോ? പിടികിട്ടി. ഇനി ഇവിടെ നിന്നാ നല്ല ഇടി കിട്ടും എന്ന കാര്യം പിടികിട്ടി. അയ്യോ എടാ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി റിസ്ക് ഒക്കെ എടുക്കണം. റിസ്ക് ഒക്കെ നിങ്ങളെടുത്തു. ഞാനേ എന്റെ വഴിക്ക് പോവാ. നീ ചുമ്മാ കാര്യം പറയുമ്പോ ഇടയ്ക്ക് പെയ്തടിക്കല്ലേ. എന്തിന് കണ്ടോമാർ ഇടികൊള്ളാനാ? എടാ അത് തന്നെ കാര്യം. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവത് അങ്ങനെ പോകുന്ന വെച്ചാ എന്ത് തീരുമാനം? ചാരാ ശപിക്കേണ്ട ആൾക്കാർ തന്നെയല്ലേ അവര്. അപ്പൊ പിന്നെ ഊഹിച്ചാ പോരെ. എടാ അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്റെ സംശയം അതല്ല. നമ്മളെ അന്വേഷിച്ച് വന്നവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടു അവളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. പിന്നെ നമ്മൾ ആരാണെന്ന് പറയാൻ പോയപ്പോഴേക്ക് ആ കൊച്ചു ഇങ്ങോട്ട് വരെ അവൾക്ക് നമ്മളെ അറിയാന്ന്. നമ്മളേതോ ഈ പാലയിൽ വന്നവരല്ലേ. നേരത്തെ മറ്റേ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു പാലാന്ന് വന്നവരില്ലേ. അതിനെത്ര സംശയിക്കാൻ എന്താ? കുഞ്ഞമ്മ പറഞ്ഞാവും. ഈ പാലാ എന്ന് പറയണത് മറ്റേ സംഭവത്തിന് എന്തെങ്കിലും കോടാണോ? കുട്ടി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നതാ? ഇന്നലെ ശരിക്കും എന്താ ഉണ്ടായേ? ഇന്നലെ അടി പൊരിഞ്ഞ അടി. എന്നെ അടിയായിരുന്നു. ഇയാളതിലൊരുത്തന്റെ മൂക്കിലിട്ട് അടിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. നിങ്ങളെ വരുന്ന വഴിക്ക് എന്റെ അവന്മാർക്കിട്ട് നല്ല അടി കൊടുത്തു കുഞ്ഞപ്പച്ചേട്ടൻ പറഞ്ഞായിരുന്നു. വലിയ ശല്യായിരുന്നു. എന്ത് ശല്യം? അത് പിന്നെ അവന്മാരിലൊരു മുതലാളി ചെറുക്കനുണ്ട്, ഒരു കൊരങ്ങൻ. മനസ്സിലായി. കാര്യമൊക്കെ ശരിയാ, പക്ഷെ നമുക്കൊരു താല്പര്യം പണ്ടാറാണെന്നായിട്ട് ഇനിയിപ്പോ എന്നോട് ഇങ്ങനെ ആയിരിക്കും. എന്നത് ആലോചിച്ച് അതല്ല ഈ പാലായെന്നുള്ള ഈ പിള്ളേരില്ല അത് ഇവരൊക്കെ നമ്മള് അതല്ല കുട്ടിയെ കണ്ട ആരോ ഒന്ന് കുതിച്ചു എന്ന് മനസ്സ് പറയായിരുന്നു. അല്ല കുട്ടി പേര് പറഞ്ഞില്ല. എന്തോടാ കുട്ടി പറഞ്ഞേ? എന്ത് പറയാൻ? ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ നീ അവിടെ ചോദിച്ചില്ലേ? ചോദിച്ചു. പിന്നെ എന്തിനാ നീ അവിടെ തിരക്കിട്ട് ഓടി വന്നത്? വല്ലതും നടക്കൂ? നടക്കും, നടത്തിക്കും. എന്നെ നടിയാ ചെക്കൻ പറഞ്ഞേ. ഒന്നുമില്ല വലിയമ്മച്ചി, ഇന്നലെ വന്നവരെ പറ്റി എന്തോ ചോദിച്ചതാ. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? വലിയ ശല്യാന്ന് പറഞ്ഞു. കൊച്ചവന്മാരായിട്ടും സംസാരിക്കാൻ പോയിട്ടാ. ഒന്നാമത് നമുക്കൊന്നും സംസാരിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ. പോരാത്തതിന് ഗുണ്ടകള്. വല്ലതും ചോദിച്ചാൽ തന്നെ പറയുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. ശരിയായ പേരോ വിലാസോ ഒന്നും പറയില്ല. അങ്ങോട്ടൊരു അക്ഷരം ചോദിക്കാൻ പാടില്ല എന്നുള്ള കരാറിലാണ് അവർ വന്നത് തന്നെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ഒരു ഗുണ്ടകളായത്. എന്നിട്ടും ഗുണ്ടകളെന്ന് വിളിക്കുന്നവർക്ക് ഇഷ്ടമില്ലെന്ന്. ഗുണ്ടകള് ഗുണ്ടകള് ഗുണ്ടകള്. ആ ചുവന്ന ഷർട്ടിട്ട് നിൽക്കുന്നവനാണ് വെടിച്ചില് സേതു. പാലാ ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപ്പകല് ആളുകളുടെ ഇടയിൽ വെച്ച് രണ്ടുപേരെ കുത്തി മലത്തിയവനാണ്. അവന് തമാശക്ക് വേണ്ടി ഒരു കത്തി മേടിച്ച് അതിന് മൂർച്ചയോടൊന്നും അറിയാൻ വേണ്ടി ഒന്ന് കുത്തി മലത്തി നോക്കിയതാ. ആ കറുപ്പും മഞ്ഞിട്ടവനാ കരടി ഷാജി. നിന്ന നിപ്പിന് 10 പേര് അവന്റെ കണക്ക്. നാം മുണ്ടുപടിക്ക് കുത്തുന്നവനില്ലേ, അവൻ മുണ്ടൂരി പ്രകാശൻ. അവനെങ്ങാനും മുണ്ടൂരിയ പിന്നെണ്ടല്ല നമ്മൾ ആ പരിസരത്ത് നിൽക്കണ്ട. എന്നത് അവൻ അടിയിലൊന്നും ഇട്ടിട്ട് ഓടി നടന്ന അടിയല്ലേ. ഒന്ന് മാറിയ സൈഡ് തന്നെ. ആ ഒരു മിനിറ്റ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ അവൻ ഐറ്റം വേറെയാ. തെരണ്ടിവാൽ രമേശൻ. വെല്ലുംതിരയിൽ തെരണ്ടിവാൽ എടുക്കാണ്ടാവോ? തെരണ്ടിവാൽ എന്തിനാടാ? അല്ല തെരണ്ടിവാൽ അവനിങ്ങനെ വലിച്ചു നീട്ടി. അതുകൊണ്ടൊരു അഭ്യാസം ഉണ്ട് എന്റെ അമ്മ കാണാ. എടാ അപ്പൊ ആ നിൽക്കുന്നതിൽ നമ്മുടെ കൂട്ടരാരും ഇല്ലേ? ഉണ്ടായിരുന്നു.
പക്ഷെ അവർക്കാർക്ക് ഒഴിവില്ല ഒരെണ്ണത്തിനും. എന്നതാണ് ഇവറ്റകളുടെ ഒക്കെ തീറ്റ? അയ്യോ, തീറ്റയുടെ കാര്യം പറയല്ലേ. മനുഷ്യർച്ചി ഒഴിച്ച് വേറെ എന്ത് കഴിക്കും? അവർ മനുഷ്യർച്ചി കഴിക്കുന്ന ചോദിച്ചിട്ട് ഒന്ന് പോണ അവിടുന്ന്. കേറി വാടി. എല്ലാത്തിനും കണ്ടിട്ട് കുഴപ്പക്കാരെന്നാ കൊച്ചു കള്ള ഇവിടെ ഇരിക്കണല്ലോ, ഇങ്ങ വാങ്ങാട്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? ഒന്ന് റെഡി ആയിട്ടിരിക്കാന്ന് വിചാരിച്ചടാ. എപ്പോഴാ ആവശ്യമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ ആവശ്യം? ഡാ, നമ്മളിവിടെ എന്തിനാ വന്നേക്കണത്? അതിന് തന്നെ. പക്ഷെ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ഡാ, നീ കാമസൂത്രം വായിച്ചിട്ടുണ്ടാ? ഇല്ല. നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ അതില് പറഞ്ഞിട്ടുണ്ട്. എന്ത്? തൈലമൊക്കെ പൂശി. തൈലമൊക്കെ പൂശി? തൈലം പൂശി ഒലക്ക. ഇവൻ ഈ കൊച്ചു പുസ്തകം വായിച്ച ചുമ്മാ. എടാ, ഈ കൊച്ചു പുസ്തകം ആണെങ്കിൽ എന്താ അതിൽ പറഞ്ഞേക്കണ വലിയ വലിയ കാര്യങ്ങളൊക്കെ അല്ലേ? ഇവൻ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചതിന് അമ്മാതിരി വാരിക വായിച്ചിട്ടാണ്. ആ, നിർത്ത് മതി. ഞാനേ ഒരു ഇച്ചിരി ആടലോടം പറിച്ചിട്ട് വരാട്ടാ. വരാൻ എനിക്ക് അപ്പുറത്ത് വേറെ പണിയുണ്ട്. പേടിച്ചു പോയാ? ഇല്ല. അപ്പൊ പേടിയില്ലേ? പേടിയൊക്കെ ഉണ്ട്. അമ്മാരങ്ങടെ എന്നെ പേടിയാണോ? ഇല്ല, നിങ്ങള് പാലായിന്ന് വന്നവരല്ലേ? പോട്ടെ. അതെ, ഈ പാലായെന്ന് വന്നവർക്ക് എന്താ പ്രത്യേകത? നല്ല ആണത്തുള്ളവരായിരിക്കും, പിന്നെ നല്ല ശക്തി ഉള്ളവരായിരിക്കും. എങ്കിലാ ശക്തിയൊക്കെ ഒന്ന് കാണിച്ചാലോ? ഞാൻ ചന്ദന തൈലൊക്കെ പറ്റിയുണ്ട്, നോക്കിയേ. ഈ ചന്ദന തൈലത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്നേ. നന്നായി എണ്ണയൊക്കെ തേച്ച് മസിലൊക്കെ ഉരുട്ടി വെച്ച് അങ്ങനെ. മസിലൊക്കെ ഉരുണ്ടുകൂടാൻ കുറച്ച് സമയം എടുക്കും. അതിനുണ്ട് ചെറുതായ ഒരു ആണത്തം, ഒരു സാമ്പിൾ. എന്നാത്ര ഇങ്ങനെ വെറുതെ വെക്കുന്നേ? കുറച്ചു ദിവസം ഉണ്ടാവുന്നാണല്ലോ കുഞ്ഞപ്പേട്ടൻ പറഞ്ഞ. നിങ്ങള് വന്ന തന്നെ അതിനു വേണ്ടിട്ടല്ലേ? ഒന്ന് ക്ഷമിക്കുന്നേ. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ അധികം നേരം നിക്കണ്ട. ആരെങ്കിലും കണ്ടാ വിചാരിക്കും അപ്പിടാൻ വന്നാന്ന്. ഞാനപ്പിടാറുന്നില്ല. എടാ പട്ടേ, ഇതൊരു ടൂർണമെന്റ് അല്ല. അതൊക്കെ എനിക്കറിയാം. ഭക്ഷണട്ടാ അവൻ കഴിക്കട്ടേന്നേ, അവന്റെ തടിങ്ങ പോരട്ടെ. അല്ല രമേശ? രമേശനാ? ഏത് രമേശൻ? വെടിച്ചില്ല സേതു, മുണ്ടൂരി പ്രകാശൻ, കരണ്ടിവാൽ രമേശൻ, കരടി ഷാജി. രമേശനല്ല, പ്രകാശൻ. രമേശനും പ്രകാശനൊന്നല്ല, മഹാദേവൻ. മഹാദേവനാ? അതെപ്പോ മാറ്റി? അത് നീ മാറ്റി. അപ്പൊ പ്രകാശനാരാ? അതാരാ? മുണ്ടൂരി ഇതാണ് പ്രകാശൻ. പ്രകാശനല്ല, അൻസാറാ. മുണ്ടൂരില്ല. അപ്പൊ ഷാജി? ഇയാളിത് എന്തൊക്കെയാ? ഷാജി, കരടി ഷാജി. ഞാൻ ഷാജി ഇപ്പൊ പിടികിട്ടി. സേതു വരാന്ന് ഇപ്പൊ പിടികിട്ടി. ആ സേതു, വെടിച്ചില്ല സേതു, ഒഴിച്ചിരുന്ന് വെള്ളം അടിക്കല്ലടാ. കുഞ്ഞപ്പ എത്ര വിട്ടു? പേരിലൊക്കെ എന്തിരിക്കണ്? മറ്റേ കാര്യം നടക്കുവോ? എന്നാ ചോദ്യോടെ ചോദിക്കുന്നത്? കുഞ്ഞപ്പനൊരു കാര്യം വെച്ചാൽ നടത്തിയിരിക്കും, മനസ്സിലായ? പയ്യെ തിന്നാ പനയും തിന്നാ. നിങ്ങളൊരു കാര്യം ചെയ്യും, കാലത്ത് എഴുന്നേറ്റിട്ട് നിങ്ങളെ തടിമിടുക്കൊക്കെ ഒന്ന് കാണിക്കും, അവർക്ക് ഒരു മതിപ്പൊക്കെ തോന്നണം. ചേട്ടത്തി ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. എന്തോ നടി? അതൊക്കെ ഉണ്ട്, ഒന്ന് വേഗം വാ. ഇവിടെ ഒരു കാര്യം. നീ എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? വാ ഏട്ടത്തി, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്നതാ കാണിക്കുന്നേ? നേരെ നേരെ
പലതും മാറി വേറൊന്നും അറിയില്ലേ എന്നതാടി രണ്ടും കൂടി പാത്തു നോക്കുന്നേ? കുഞ്ഞപ്പ ഇങ്ങോട്ട് വാ. പാലക്കാരി പിള്ളേർ ഇതൊക്കെ സാമ്പിള് മാത്രം. തുടങ്ങിയോളൂ പിന്നെ ഏറിക്കത് പിടച്ചാടി. ഇതൊക്കെ ഇവിടെ കിടന്ന് കാണിച്ചിട്ട് കാര്യമില്ല. ആ കവല ചെന്ന് കാണിക്കാൻ പറഞ്ഞു. വാടി ഇങ്ങോട്ട്. മതി. കലക്കി എല്ലാരും കലക്കി. അതിലൊരാൾ കൂടുതൽ കലക്കിയത് വല്യമ്മച്ചി പറഞ്ഞു. അത് വല്യമ്മച്ചിക്ക് അറിയാൻ പാടില്ല, എനിക്കറിയാം. തലശ്ശേരിയിലും കൂത്തുപറമ്പിലും നടക്കുന്ന പോലീസ് അതിക്രമത്തിനെതിരെ ശക്തമായി പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് പോലീസ് തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്നും ഇനിയും അത് കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും പിണറായി വിജയൻ MLA കൂത്തുപറമ്പിൽ നടന്ന CPIM പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്ന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി കാര്യങ്ങള്. സഖാവി ഇതൊക്കെ പുല്ല. 10-30 വയസ്സുള്ള ചെക്കനാണ്. അതൊരു മുതല്. സംഗതി പള്ളിക്കാരെ എതിരാണെങ്കിലും ഞാൻ അങ്ങേർക്കൊപ്പം. അമ്മേ ഇറങ്ങിക്കോളൂ. എന്താടാ പുരുഷു, മുടിവെട്ടൊക്കെ നന്നായി നടക്കുന്നില്ലേ? ഇനി ചിലപ്പോ മുടിവെട്ട് മാത്രമല്ല ഒരു തലവെട്ടിനുള്ള ഓർഡർ കൂടി ഉണ്ടായിന്ന് വരും. ഇയാളെന്താ നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞു? വെറുതെ വണ്ടി ഇരുന്നിട്ട് എന്തിനാടാ ഇങ്ങ് വന്നേ പുരു. എന്താ അത് കണ്ട അവരിത്തിരി പെശ പാലായിന്ന് വന്ന ഗുണ്ടകളാ. മുണ്ടണ്ട പറഞ്ഞ കേട്ടല്ലേ? അതെ, ഒരു ജീവൻ ടോൺ. നിക്ക് ആദ്യം അസുഖം പറയാ. ഒന്ന് ഇച്ചിരി തടി വെക്കണം. ഇനി എന്തിനാടോ തടി? അതെ, രോഗമറിയാതെ രോഗിയെ ചികിത്സിക്കുന്ന പതിവ് ഇവിടെ ഇല്ല. ചരകം പറയുന്നതനുസരിച്ച് മരുന്ന് കൊടുക്കും. പുള്ളിയെപ്പോ വരും? ചരകൻ ഇനി വരുന്ന കാര്യം ബുദ്ധിമുട്ടാടോ. എടോ, അദ്ദേഹം ഞങ്ങൾ വൈദ്യന്മാരുടെ ആചാര്യനാണ്. മരിച്ചു മണ്ണടിഞ്ഞു പോയി. ഓ അങ്ങനെ. പെട്ടെന്ന് തന്നെ വണ്ണം വെക്കോലോ അല്ലേ? പെട്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ കാണുന്ന പറമ്പിലെ ഒരു ചേരുമരം ഉണ്ട്. അതിലോട്ട് ചാരി നിൽക്കും ഒരു 10 മിനിറ്റ്. കുറച്ചു നേരം മതി, നല്ല വണ്ണം വെക്കും. അത് ശരിയാവില്ല. ഇങ്ങനെ ഇതിന്റെ ഡോസ് എങ്ങനെ? 2 സ്പൂൺ 45 ദിവസം, അതാണ് കണക്ക്. അത് ശരിയാവൂല. ഒരു 2 കുപ്പി 3 ദിവസം കൊണ്ട് കഴിച്ചാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും? അതെ, അത്തനകാമേശ്വരിയാണ്. അതെന്നാ വണ്ണം വെക്കാൻ? അത് അതിനുള്ളതല്ലല്ലോ. അത് വൈദ്യർക്ക് അറിയാൻ കേട്ടാ. എവിടെ വണ്ണം വെക്കുന്ന കാര്യമാണോ? അങ്ങനെയൊന്നുമില്ല. മൊത്തത്തില് ന്യായ അന്യായ സമാനാധേ പുരുഷേ ഗമനേ നാരീ തൃപ്ത. ഇതും ആ ചത്തുപോയി ഇറക്കം പറഞ്ഞാണോ? എടോ, ചരകം മരിച്ചു പോയില്ലേ? തന്നെ പോലുള്ളവര് പുതിയ ഓരോ കാര്യം പറഞ്ഞു വരുമ്പോ അതിനൊരു ശ്ലോകം വേണമല്ലോ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാ. ആട്ടെ, താൻ കല്യാണം കഴിച്ചതാണോ? ഇല്ല. എടോ, ഇത് കല്യാണം കഴിച്ചവർക്കുള്ളതാണോ? എനിക്കിത് കഴിക്കണം എന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതെ, ഒരു സംശയം. ഇത് രണ്ടും കൂടി എങ്ങനെയാണോ കഴിക്കുക? ഇയാളെ ഏത് കോപ്പിലോ എതിരാൻ? ഈ ജീവൻ ടോണും ഈ മദനകാമേശ്വരി ചോറി കുഴച്ചിട്ടൊരു തട്ടുണ്ട്. പിന്നെ 10 പേര് വന്നാലും പിടിച്ചാ കിട്ടൂല. തകർക്കും ഞാൻ. മദനകാമേശ്വരി ലേഖ്യായ ജീവൻ ടോണിൽ മിക്സായ. നീ ആ വൈദ്യശാല കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. പനിയുടെ മരുന്നാടാ. പണിയുടെ കുഞ്ഞപ്പാ പരിചയപ്പെടുത്തിക്കൊണ്ടോ? പരിചയപ്പെടുത്താം. വാ. എത്ര പേരെ തല വെട്ടി, എത്ര പേരെ കൈ വെട്ടി, കാല് വെട്ടി ഒന്നും ചോദിക്കില്ല. അത് പിന്നെ ഇവ പുരുഷു, ഇവൻ ഇവിടുത്തെ ഏക ബാർബർ. ഇത് അപ്പിപ്പി. ഇവ മുടി വെട്ടാത്തവൻ, ഇവ മുടി വെട്ടുന്നവൻ. എന്നതാടാ ഇവിടെ? ആരാന്ന് മനസ്സിലായോ? ഇല്ല. പാലായിന്ന് വന്നവരാ. കുഞ്ഞപ്പനിറക്കിയ ഗുണ്ടകൾ. വേണമെങ്കിലും ഒന്ന് സോപ്പിട്ട് നിന്നോ. എന്നാത്തിനാ? ഒരു മുൻകൂർ ജാമ്യോ. ഓ, ഞാൻ പറമ്പുകാർ അറിഞ്ഞ മോശല്ലേ? എന്ത് മോശോ? വർക്കിസാർ ചെല്ല്. ഞാൻ വർക്കി നേതാവാ. ആരുടെ?
എന്റെ തന്നെ പാർട്ടിയിൽ ഇപ്പോ ഞാൻ ഒറ്റയ്ക്കുള്ളേ. ഇയാളൊന്ന് പോയേ. ഈശോ അങ്ങനെ പറയരുത്. ഞാൻ ഏനമ്പറമാരോട് നടക്കുന്നേ ഉള്ളൂ. എന്ന് വെച്ചേ മാളിയേക്കരക്കാരോട് എനിക്ക് ശത്രുതയില്ല. ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? സത്യത്തിലുണ്ടോ? അതാ പറഞ്ഞേ. ഉണ്ടോ? സാർ ചെല്ല്. പോണോ? പോണം. എന്നാ പോവാ. എന്നാ പോയിട്ട് വരാം. ഈ മാളിയേക്കലുകാർക്ക് ശത്രുക്കളുണ്ടല്ലോ. കുഞ്ഞപ്പാ, നമുക്ക് അങ്ങോട്ട് മാറി വാ. അതൊക്കെ ഒരു വലിയ കഥയാണ്, നീണ്ട കഥയാണ്, ചെറുകഥയാക്കി പറഞ്ഞു. അതൊരു വലിയ കഥയാണ്. രണ്ടു വേശ്യാഗൃഹങ്ങൾ തമ്മിൽ തലമുറകളായി നിലനിൽക്കുന്ന ബിസിനസ് മത്സരത്തിൽ ഏനാമ്പറമ്പിൽ മാളിയേക്കൽ രണ്ട് വേശ്യാഗൃഹങ്ങൾ. പഴയകാലത്തെ നാട്ടുരാജാക്കന്മാരിൽ പലരും അന്തിയുറങ്ങാനെത്തിയത് ആ വീടുകളിലായിരുന്നു. രാജാക്കന്മാർ തമ്മിലുള്ള ശത്രുത ആ രണ്ട് കുടുംബങ്ങളെയും കൊടി ശത്രുതയിലാക്കി. അതിനിടയിൽ ഏനാമ്പറമ്പിൽ വീട്ടിൽ സ്ഥിരമായി വരാറുള്ള ഒരു രാജാവ് മാളിയേക്കൽ വീട്ടിലെ ഒരു പെണ്ണുമായി ഒളിച്ചോടിപ്പോയി. എങ്ങോട്ട്? മട്ടാഞ്ചേരിയിലേക്ക്. ഈ കഥ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. വേണ്ട, അതിനോട് പറയാം. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ പേരിൽ രാജ്യഭാരം നഷ്ടപ്പെട്ട രാജാവ് തന്റെ കിരീടമേതോ മാർവാടിക്ക് വിറ്റ് തിരുനെൽവേലിയിൽ പപ്പട കച്ചവടം തുടങ്ങി. ഇതൊക്കെ എപ്പോ നടന്ന കഥയാ? 1905 വർഷങ്ങൾക്കും. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് ഞാൻ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. പിന്നെ വേറൊരു കാര്യം, ഈ കഥ വേറെ ആരോടും പറയരുത്, അപകടമാണ്. അവന്മാരാണ് ഞാൻ പറഞ്ഞ കഥയിലെ ഏനാമ്പറമ്പുകാർ. നിങ്ങളോട് ചിലപ്പോ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്നിരിക്കും. ആരാണെന്ന് ചോദിച്ചാ പാലാക്കാരാണെന്ന് പറഞ്ഞാൽ മതി. ഞാനിവിടെ ഉണ്ട്. പാലായിന്ന് വന്നവരാ അല്ലേ? അതെ, പാലായിന്ന് വന്നവരാ. മാളിയേക്കൽ പൊറുതി എന്നാത്തിനാ? അതിപ്പോ ഇവിടെ ഉള്ള ആർക്കും അറിയാത്ത. അതെ, അതറിയാവുന്നോണ്ടാ ഈ പറയുന്നേ. ഈ സ്ഥലം അത്രയ്ക്ക് ശരിയല്ല. അത് പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നേ. പിന്നെ നിങ്ങൾ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ശത്രുത അതൊക്കെ ഞങ്ങൾക്കറിയാം. മാളിയേക്ക് വീട്ടിലെ പെണ്ണിനെ പണ്ടൊരു രാജാവ്. രാജാവോ? ഏത് രാജാവ്? രാജാവ് ഉദ്ദേശിച്ച് ചിലപ്പോ നിന്നെ ആയിരിക്കും. ആ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ വലിയ വന്നിരുന്നല്ലോ. ഈ കുഞ്ഞപ്പം വിളിച്ചിട്ട് വന്നവരാ. അതെ, വന്ന സ്ഥിതിക്ക് വന്നാരും നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. താനൊന്നും നടത്തിയല്ലോ, നടത്തിക്കല്ലേ ഈ പെണ്ണി. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അവന്മാരാരാന്ന് ഏനാമ്പറമ്പുകാർക്ക് അറിയില്ല. വേണ്ടി വന്ന എല്ലാത്തിനും തട്ടി ജയിലിൽ പോകാൻ മടിയില്ലാത്തവരാ ഞങ്ങള്. ഞങ്ങൾ ഗുണ്ടകളാ. അതെ, ഇക്കാര്യം ഞാനായിട്ട് അങ്ങോട്ട് പറയണ്ടെന്ന് കരുതിയിരിക്കെ. ഇത് വെടിച്ചില്ല സേതു, ഇവൻ മുണ്ടൂരി പ്രകാശൻ, ഇത് തെരണ്ടിവാൾ രമേശ്, ഇതാണ് കരടി ഷാജി, പിന്നെ ഞാൻ മാളിയേക്കൽ കുഞ്ഞപ്പൻ. ഒരു കോപ്പ് നടന്നില്ല. എന്നാ പാലക്കാരവന്മാർ. ശരിക്കും ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? എന്ത്? അല്ല, ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞത്. അതെ, വെടിച്ചില്ല സേതു. അപ്പൊ സുധി? സുധിയല്ല, വെടിച്ചില്ല സേതു. കരടി ഷാജി, തെരണ്ടിവാൾ രമേശൻ, മുണ്ടൂരി പ്രകാശൻ, കുഞ്ഞപ്പൻ, മാളിയേക്കൽ കുഞ്ഞപ്പൻ. ഹലോ ഹലോ, ഇത് ഞാനാണ് വർക്കി സാറ്. ഏത് വർക്കി സാറ്? ഓ, കോക്കയുടെ സംസ്ഥാന പ്രസിഡന്റ് വർക്കി. ഓ, പാഷാണം വർക്കി. ആ, അതന്നെ അതന്നെ അതന്നെ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം അറിയാൻ വേണ്ടിയാ. അതെനിക്ക് മനസ്സിലായി. കുറച്ചു കാലായി ഞാൻ അങ്ങോട്ട് വരാത്തോണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ അറിയണല്ലോ. നീ കാര്യം എന്നാന്ന് പറ. അവിടെ എങ്ങാനും ഒരു വെടിച്ചില് സേതു ഒരുത്തനുണ്ടോ? അതുപോലെ തെരണ്ടിവാല് രമേശൻ, മുണ്ടൂരി പ്രകാശൻ, അതുപോലെ ആരെങ്കിലും? ഇതൊക്കെ ഗുണ്ടകളുടെ പേരാണല്ലോ. ഓ, ഗുണ്ടകൾ തന്നെ. എന്നാത്തിനാടാ? വല്ല കല്യാണാലോചനയോ മറ്റാന്നോ? ഹൈ, അതൊന്നല്ലാന്നേ. തനിക്ക് അവരറിയാവോ? പിന്നെ അവന്മാര് ഭയങ്കര കുഴപ്പക്കാരാടാ. എന്ത് ചെയ്യാനും മടിക്കാത്തവരാ. എന്നാ താൻ അവന്മാരുടെ ഇടയിലെങ്ങാണ്ട് ചെന്ന് മാട്ടിയോ? ഇത് അതൊന്നല്ലടോ. ഇത് വേറൊരു കേസാ. പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ശരി, അങ്ങനെ ആവട്ടെ. ഓ ഓ ഓ, ഈശോയെ. തനിക്കറിയോ ആരായി വെടിച്ചില്ല ചെയ്തു?
അതെ കുഴപ്പക്കാരാ എന്ന് വെച്ചാ ഭയങ്കര കുഴപ്പക്കാര്. അല്ലാണ്ട് അവൻ അങ്ങനെ പറയില്ല. എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരൊറ്റ ചവിട്ടിന് നികത്തിയനെ എല്ലാത്തിനെ. ഇവന്മാരൊന്നും എന്റെ മക്കളല്ലാന്നാ തോന്നുന്നു. അവള് ചത്തില്ലായിരുന്നെ ചോദിച്ചേനെ ഞാൻ. എന്നതാ പൈലിച്ചായ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന്. ഏതായാലും കാര്യങ്ങൾ കിടപ്പ് ഇങ്ങനെ സ്ഥിതിക്ക് നമ്മളൊന്ന് നോക്കിയും കണ്ടു നിൽക്കുന്നത് നല്ലതാ. എടുത്തു ചാടി എന്നതേലും നോക്കിയാ ഏനാമ്പറമ്പാർക്ക് എന്നെ അതിന്റെ ഏനക്കേട്. പിന്നെ പുതുപ്പണക്കാരാണെന്ന് നാട്ടുകാർ പറഞ്ഞാലും പണക്കാര് പണക്കാരാന്നേ. വർക്കി സാർ എന്നൊക്കെ പറഞ്ഞ് തണുപ്പിക്കാൻ നോക്കിയാൽ എന്റെ കിടക്കയിൽ ഒരു പെണ്ണ് കയറുന്നുണ്ടെങ്കിൽ അത് മാളിയേക്കൽ ആലീസ് തന്നെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ കഴിക്ക്. കർത്താവേ കുഴപ്പമൊന്നും തോന്നണം. വല്യമ്മച്ചിനെ കാണാൻ. വല്യമ്മച്ചിനെ കണ്ടാ കിട്ടും. എന്തിന്? ഞാനും വരാം. വേണ്ട, കുഞ്ഞപ്പ നടക്കുന്നല്ലേ പറയണത്. ഞാൻ പോയി കണ്ടോളാം. കുഞ്ഞപ്പാന്ന് വിളിച്ചാൽ അതുകൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത്. മാറി ഇവരാ ലേഖ്യം കഴിച്ചതാ തോന്നണത്. കാശിന്റെ കാര്യങ്ങളൊക്കെ കുഞ്ഞപ്പൻ പറഞ്ഞിട്ടില്ല. കാശിന്റെ ആരും ഒരു പ്രശ്നമില്ല കുഞ്ഞമ്മച്ചി. പിന്നെ എന്നതാ? അനുഗ്രഹം മേടിക്കും. അത് വേറൊരു കാര്യമാണ്. അത് അവന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റൂല. അതെ, ആ ചെറുക്കനൊരു ആഗ്രഹം നമ്മുടെ ആടിനെ കൊണ്ടൊന്ന് ചവിട്ടിക്കാൻ പോണോന്ന്. അമ്മച്ചി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വിടാന്ന് പറഞ്ഞു. ഈ ചെക്കന്മാരുടെ ഒക്കെ ഒരു കാര്യം അവന്റെ ഒരു ആഗ്രഹമല്ലേ. ആ ഒടുക്ക നീ അവളുമായിട്ട് കടന്നു കളയോ? ഒരു പോർലോലെ ഏൽപ്പിക്കാണ്ട് തിരിച്ചേൽപ്പിച്ചോളാം ഞാൻ. എന്നാലേ കുഞ്ഞപ്പ കാണിച്ചു തരും. ഒരു കാര്യം പറഞ്ഞു. എന്ത്? എന്തിന്? അല്ല, വല്ല ഗർഭിണി അങ്ങനല്ലേ കേസ് മടക്കിക്കാവും. അതൊരിക്കലും സംഭവിക്കില്ല. ലോകത്തിൽ ഇന്ന് വരെ ഒരാടും തന്റെ കുഞ്ഞിന്റെ തന്തയ്ക്കെതിരെ കേസ് കൊടുത്ത ചരിത്രമില്ലടാ കോപ്പെ. കിട്ടി, വല്യമ്മച്ചിയുടെ സമ്മതം കിട്ടി. ഇനി കുറച്ച് മുല്ലപ്പ് വാങ്ങണം, അത്രേ ഉള്ളൂ. നീ ഇടപെടേണ്ട കാര്യമില്ല, ഇതൊക്കെ വേറെ സംഭവം. ഞങ്ങൾ മാറി. അത് ശരി, അപ്പൊ നിങ്ങൾ തമ്മിൽ അതിനപ്പല്ലേ? എടാ നിനക്കിപ്പോ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയല്ല. ഓ പിന്നെ നിന്റെ ആരും കഴിഞ്ഞപ്പോൾ നല്ലവള്. ഒരു പെങ്കൊച്ചിനെ സൗകര്യത്തിന് കിട്ടിയ പൊറ്റ കൊണ്ട് തിന്നാന്ന് വിചാരിച്ചില്ലടാ. കണ്ടാ കുഴപ്പമാവും. ഈ പൊട്ടനാ നിനക്കൊക്കെ കാണിച്ചു തരടാ. നോക്കിയിരുന്നോ നീ? എടി ഏലി, എണീറ്റേ. ദേ ആരോ മുട്ടുന്നു. ആരോ കഥകി മുട്ടുന്നു. എണീക്ക്.
ആരാ 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 അത്? ആരാന്നാ ചോദിച്ചത്? നീ ആയിരുന്നോ? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഇതെന്നടാ ഈ വേഷത്തില്? വല്യമ്മച്ചോട് ഞാനൊരു സത്യം പറയാം. ഞാനൊന്ന് റോം വരെ പോവാണ്. എവിടേക്കാ? എന്നതാ? മാർപ്പാപ്പ ഒന്ന് കാണണം, ചെറുതായിട്ടൊന്ന് കുമ്പസരിക്കും. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്നാ ഉണ്ടായേ? ഒന്നും ഉണ്ടായിട്ടല്ലെന്നേ, ഒന്ന് മുൻകൂറായിട്ടൊന്ന് കുമ്പസരിക്കണമെന്ന് കരുതിയില്ല. എന്തെങ്കിലും ഉണ്ടായതിനു ശേഷം ഞാൻ ചെല്ലുമ്പോ ഞാൻ ഉണ്ടായില്ലെങ്കിലോ? പിന്നെ തിരിച്ചു വരാനുള്ള വണ്ടിക്കാശ് എന്റെ കയ്യിലുള്ളൂ, അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കാശ് എന്റെ കയ്യിലില്ല. ഒരു 50 രൂപ ദയവായി തരണം. 50 രൂപയോ? നീ ഒരു കാര്യം ചെയ്യും, ഒരു റബ്ബർ ഷീറ്റ് എടുത്ത് കയ്യിൽ വെച്ചോ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കൊടുത്തേക്ക്. അല്ലാതെ എന്റെ കൈ കാശൊന്നുമില്ല. അങ്ങനെ പറയല്ലേ വല്യമ്മച്ചി, ഒരു ആത്മീയതാഹി അവഹേളിക്കരുത്. കുഞ്ഞപ്പ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. പാതിരാത്രിക്ക് എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കരുത്. ഇവിടെ എന്നതാ കുഞ്ഞപ്പ ഇത്? മരത്തിന്റെ മുകളിലൊക്കെ യാത്ര പറയാൻ വന്നതാ. എനിക്ക് റോം വരെ ഒന്ന് പോകണം. എന്നാത്തിനാ? ഗുണ്ടകളെ വിളിക്കാനാണോ? ഗുണ്ടകളെ എന്തായാലും കുഞ്ഞപ്പൻ കൊണ്ടുവന്ന ഗുണ്ടകളിൽ ഒരാളെ കുഞ്ഞിന് ഇഷ്ടമായല്ലോ. കുഞ്ഞപ്പൻ കൃതാർത്ഥനായി. കുഞ്ഞിനെ അറിയാൻ പാടത്തൊരു കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാ അവരൊന്നും ഗുണ്ടകളല്ല. അതൊക്കെ എന്നോട് പറഞ്ഞു. ആ രഹസ്യവും വെളിപ്പെടുത്തിയ? അത് മാത്രമല്ല, കുഞ്ഞപ്പൻ അവരോട് ഞങ്ങളെ പറ്റി പറഞ്ഞ വേറെ ചില കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. പറയട്ടെ? വേണ്ട മോളെ, അതൊന്നും കേൾക്കാളത്രാണ് ഈ കുഞ്ഞപ്പനില്ല. അതുപോട്ടെ, വലിയ മിച്ചെങ്ങനെ അറിഞ്ഞോ? ഒന്നും കേൾക്കാൻ ത്രാണിയില്ലെന്നല്ലേ പറഞ്ഞേ? എന്നാലും പറ. എല്ലാം വൈകാതെ അറിയും. എന്നാ പിന്നെ ഞാൻ റോമിൽ തിരിച്ചു വന്നില്ല, ഉറപ്പാ. ഏതായാലും പോകുന്നതിന് മുമ്പ് കുഞ്ഞിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നീ പ്രേമിച്ച ചെറുക്കനാ സുധിയില്ലേ, അവൻ നല്ലവനാ. നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കുഞ്ഞപ്പൻ പേരിട്ടോ. പെങ്കൊച്ചാന്നേലോ? കുഞ്ഞപ്പിന്നിട്ടോ. കുഞ്ഞപ്പന്റെ ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ. ഞാൻ റോമിലെത്തിന്ന് തോന്നുന്നു. സ്നേഹമയികളായ പാതിരിമാരെ മലയാളം അല്ലാതെ മറ്റൊരു ഭാഷ അമ്പിച്ചാണ് എനിക്ക് അറിഞ്ഞൂടാ. ഐ ആം കമ്മിങ് ഫ്രം പരുത്തുംപാറ. എന്റെ പേര് മൈ നെയിം ഈസ് പള്ളിപ്പറമ്പിൽ കുഞ്ഞപ്പൻ. എനിക്കൊന്ന് കുമ്പസാരിക്കാം. മഹാദേവൻ. അച്ഛന്മാർക്ക് എങ്ങനെ അവനറിയാം? അവനിവിടെ റൂമിലും വന്നാ ഒറ്റ ചവിട്ടിയാൻ വെച്ചേരും. താൻ കാരണല്ലേ അടി ഉണ്ടായതും അവൻ പിണങ്ങി പോയതും. സമ്മതിച്ചിരിക്കും അച്ഛന്റെ ഞാനത് ശാപാരം. ഈ റോമിൽ ഇരുന്ന് ഒളിഞ്ഞൊക്കെ കാണാൻ അച്ഛന്മാർക്ക് കഴിയുന്നുണ്ടല്ലോ. റോമിൽ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ എത്തി. ഇനി റോമിൽ പോയില്ലേ? എല്ലാരും ഉണ്ടല്ലോ. എവിടെ പോയി കിടക്കുവാ? മനുഷ്യനെ പേടിപ്പിക്കാൻ. എടാ, നിന്നെ തപ്പാത്ത സ്ഥലമില്ല. എന്തിന്? ഞാൻ നിന്റെ ഒന്നും ആരുമല്ല. പറ്റുമെങ്കിൽ ഒന്ന് ക്ഷമിക്ക്. എടാ സുധി, നീ അത് വിട്. പട്ടേ കൈ കൊടുത്തേ. എടാ കൈ കൊടു. സുധി കൈ കൊടുത്തേ. കൈ കാണിക്കേ. ഇതിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ ഉടമ്പടിയിൽ കരാറപ്പെട്ട പോലെ യുദ്ധം ഉണ്ടാകാൻ നോക്കണേ. ആലിസേ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? വിടലേ എന്നെ.
എന്ന് വെച്ച് മാളിയേക്കൽ തറവാട്ടി കയറി നാടകം കളിക്കാൻ വന്നാ ഇവൻ ഗുണ്ടയായാലും ഗുണ്ടയുടെ ഗുണ്ടയായാലും മാളിയേക്കൽ മറിയാമ്മ വെറുതെ വിടില്ല. എന്നാ ഉണ്ടായെന്നോ? മാളിയേക്കലെ പെങ്കൊച്ചിന്റെ മുറി കയറി ശൃംഗരിക്കാൻ ഏത് ചെറ്റയാണ് അവന് ധൈര്യം കൊടുത്തേ? നീയല്ല, ഇവനാണ് കെട്ടിപ്പിടിച്ചത്. കെട്ടിപ്പിടിച്ചെന്നോ? കണ്ട അലവലാദികൾക്ക് മേയാനുള്ള സ്ഥലമല്ല ഇത്. മിണ്ടി പോരുത്, കൊന്നുകളയും ഞാൻ. അവളെ വഴക്കുറണ്ട, ഞങ്ങളും ഇഷ്ടത്തിലും. എന്നതാ പറഞ്ഞേ? ഇഷ്ടത്തിലും? ആരോട് ചോദിച്ചിട്ട്? ഒരാണും പെണ്ണും നമ്മൾ ഇഷ്ടപ്പെടാൻ ആരോടെങ്കിലും ചോദിക്കണം. വേണം. മാളിയേക്കൽ തറവാട്ടിൽ എന്ത് നടക്കണമെങ്കിലും അത് ഈ മറിയാമ്മ അറിഞ്ഞു വേണം. നാട് തന്നെ ഗുണ്ടാപ്പണി ചെയ്ത് നടക്കുന്നവനും, അതും ഒരു അന്യജാതിക്കാരന് ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും ഒന്നും മാളിയേക്കൽ തറവാട്ടിലെ പെണ്ണിനെ കിട്ടില്ല. എന്നവള് പറയട്ടെ. ഗുണ്ടയല്ല, സത്യമായിട്ടുമല്ല. ഗുണ്ടയല്ലെങ്കിൽ നീ അവനെ പ്രേമിക്കോ? ആരുടെ അവൻ? പറയാ. അത് പിന്നെ വെല്ലുവിളിച്ചെന്ന് ഉത്തരവിട്ടപ്പോ പാലായി പോയി ആരെ കിട്ടാതെ വന്നപ്പോ വഴിയിൽ ഇവരെ കിട്ടി, അവരെ ഇവിടെ കൊണ്ടുവന്ന്. എന്നെ പറ്റിക്കായിരുന്നല്ലേ? എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? വിളിക്കാൻ, പോലീസിനെ വിളിക്കാൻ. വേണ്ട, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. ആലീസിനെ എനിക്ക് ഇഷ്ടമാണ്, അവൾക്ക് എന്നെ. ഇങ്ങോട്ട് പോടി. വരാൻ. പോടി ഇങ്ങോട്ട്. പ്രേമിക്കാൻ നോക്ക്. ശരിയൊക്കെ ബോഡി ഇങ്ങോട്ട്. നോട്ടക്കോ പ്രേമോ ഇങ്ങോട്ട്. ഇനി നീ മുറി വിട്ട് പോണേന്ന് കാണണം എനിക്ക്. ഇങ്ങോട്ട് വന്നേ അവിടെ. എന്നത്തിനാണ് ഇനി നിൽക്കുന്നേ? ഇറങ്ങി പോടാ. നിന്നോടും കൂടിയാ പറഞ്ഞേ. ഞാൻ കുഞ്ഞപ്പൻ. കുഞ്ഞപ്പൻ ആ പേരെ ഞാൻ ഇനി എന്റെ പട്ടിക്കിടും. പോടാ. പോയിട്ട് വരാം. ഇല്ലാത്ത മോഹങ്ങൾ കൊടുത്ത കൊച്ചിനെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ സ്ഥലം വിടുക? അല്ല, ഞാനിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഈ കുഞ്ഞപ്പൻ തീരുമാനിക്കും. സുധി, നീ ഒരു കാമദേവൻ തന്നെയാടാ. ഈ പ്രേമം വിജയിക്കും, എനിക്കുറപ്പാ. ഒരു പ്രത്യേക അറിയിപ്പ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തോടായി സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണം ഇന്ന് രാത്രി 8 മണിക്ക്. ഇവിടെ മനുഷ്യന്റെ ആസനത്തിൽ തീ പിടിച്ചിരിക്കുമ്പോഴാ ഒരു അറിയിപ്പ്. ഒന്ന് നിർത്തണ്ട. മിലിറ്ററിയാണേ, പട്ടാളം. എല്ലാം ഞാൻ സഹിച്ചോളാം. പക്ഷെ എനിക്കൊന്നറിയാം, ആ കൊച്ചിന് മോഹം കൊടുത്തിട്ട് ഒടുക്കം തന്നെ അവളെ വടിയാക്കിട്ട് പോവോ? സുധിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അത് അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി സുധി ഇവിടെ തിരിച്ചു പോകുന്നെങ്കിൽ കൂടെ ആലീസും ഉണ്ടോ? ആ മതി മതി, എനിക്ക് സന്തോഷമായി. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞപ്പനുള്ള പെട്ടിയുടെ ഓർഡർ കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാൻ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല കുഞ്ഞപ്പ. ആ പിന്നെ നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് അവരെ ആലീസിന് അറിയില്ല. അത് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം. ആ അത് കുഞ്ഞപ്പനേറ്റു. ഈശോയെ, അവരെത്തി. നീ ഒന്ന് അമ്മച്ചി വിളി. അവൻ അമ്മച്ചി എവിടെ ഉള്ളത്? അതെന്നോടാണോ ചോദിക്കുന്നേ? ചെന്ന് നോക്ക് പെണ്ണേ.
ഈയിടെ അവൾക്ക് ഇത്തിരി കൂടുതലാ. ചേട്ടത്തി പറഞ്ഞത് വളരെ ശരിയാ. എൽസിക്കുട്ടിയെ ഇച്ചിരി വൈകി. വരുന്ന വഴിക്കേ കാറിനൊരു എനക്കേട്. ഈശോയെ എന്നാ പറ്റി? റേഡിയേറ്റർ ചൂടായി. ആന്നോ? അതെ. അല്ല, കുഞ്ഞുവരീതിന്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരം പോണം വീട്ടിലേക്ക്? 1 മൈല് കഷ്ടി. ഓ, അത്രയും വല്ലെന്നേ, ഒരു 3 ഫർലം. ചെറുക്കൻ ഇതാവൂല്ലേ? ദുബായിലാ. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു, ഈ പളവള മിന്നുന്ന ഷർട്ടും പാന്റും കരിങ്കണ്ണടയും ഇതൊക്കെ ദുബായ്ക്കാരുടെ ഒരു പ്രത്യേകതയല്ലേ? ഞങ്ങള് ഈ വിമാനത്തിലൊക്കെ പോണോണ്ട്. ഓ, അങ്ങനെയുണ്ടല്ലേ. പാന്റ് നിർബന്ധ. ആണോ? എന്നതാ ഇത്, റേഡിയോ അല്ലേ? റേഡിയോ മാത്രമല്ല, എന്നതാണ് അതിന്റെ പേര്? ടേപ്പ് റെക്കോർഡർ. ഓ, സംസാരിച്ചോളൂ, ഇതിൽ പതിയും. ഈശോയെ, ഞാൻ പറയുന്നൊക്കെ ഇത് കേൾക്കൂ. ഈശോയെ, ഞാൻ പറയുന്നൊക്കെ ഇത് കേൾക്കൂ. എന്റെ ഈശോയെ, എന്നതൊക്കെയായി കാണുന്നത്? കാലത്തിന്റെ ഒരു പോക്കേ. ഏലിക്കുട്ടിയെ, പോയി ചായ ഇങ്ങെടുക്ക്. നീ ആലീസിനെ ഇങ്ങ് വിളിച്ചേ. മോളെ ആലീസേ. മോളോട് ഒരുങ്ങി നിൽക്കാൻ അമ്മച്ചി പറഞ്ഞതല്ലേ? ദേ, അവര് വന്നിട്ടുണ്ട്. എന്നാത്തിനാ? എനിക്കാരും കാണണ്ട, ആരും എന്നെയും കാണണ്ട. തർക്കുത്തരം പറയല്ലേ മോളെ. മോളുടെ നല്ല ഭാവിയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കൂ. നല്ല ചെറുക്കനാ, ദുബായിലാ ജോലി. എന്നുവെച്ച് ഞാൻ അയാളെ കെട്ടണമെന്നാ ഞാൻ പറഞ്ഞില്ല. എനിക്ക് കല്യാണമേ വേണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നീ ഒന്ന് താഴോട്ട് വാ. ഏതായാലും ഒരു വന്നുപോയില്ലേ, ഒന്ന് കണ്ടേച്ചു പോക്കോട്ടെ. അമ്മച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ വരാം. പക്ഷെ പിന്നെ വേറൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. അവളെന്തേ? ഇപ്പൊ വരും. ആ, അങ്ങോട്ട് വെക്ക്. മോൾ അവിടെ നിന്ന് നിന്നേ, ഇവരൊന്ന് കാണട്ടെ. എന്നതാ മോളുടെ പേര്? ആലീസ്. എന്നത്തിനാ പഠിക്കുന്നേ? പഠിക്കാൻ മിടിക്കുകയാണ് കേട്ടോ. ആ, ചായ കുടിക്കേ. ഓ, ഇനി ഞാൻ പോയിക്കോട്ടെ? അവക്ക് നല്ല സുഖമില്ല, തലവേദനയാ. കിടപ്പായിരുന്നു ഇതുവരെ. കുളിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ ഇങ്ങനെയാ വേണ്ടത്. പെണ്ണ് കാണുവാണെങ്കിൽ അവൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ കാണണമെന്നാ കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. നീ ആ ചെറുക്കനെ കെട്ടോ? കോപ്പ് കെട്ടും. എനിക്ക് എന്റെ സുധിയെ മാത്രം മതി. എനിക്ക് എന്റെ സുധിയെ മാത്രം മതി. ഞാൻ പറഞ്ഞില്ലേ, കിടക്കാവും. അത് കുഴപ്പമില്ല, കിടക്കട്ടെ, ഇനിയും കാണാവല്ലോ. ഞാൻ പിന്നെ മോൻ എന്തെങ്കിലും സംസാരിക്കണല്ലോ എന്ന് വെച്ചാ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലാന്നേ. അല്ലെങ്കിൽ ഇപ്പൊ എന്നതാ സംസാരിക്കാനിരിക്കുന്നേ? കല്യാണം കഴിഞ്ഞ ആവശ്യം പോലെ സമയം കിടക്കുമല്ലയോ? അല്ലേടാ ജോസേ? എല്ലാ അപ്പച്ചൻ പറയണ പോലെ. അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞ പോലെ അടുത്ത ആഴ്ച വരാം. ശരി. പെൺകുട്ടിയുടെ ഫോട്ടോ. അത് കൊച്ചിന്റെ ഫോട്ടോ. ഓ, ഞാനതങ്ങ് പറഞ്ഞു. അതിങ്ങെടുത്തേടി. അവളുടെ ഫോട്ടോ എന്ന് പറയാൻ ഇതേ ഉള്ളു ഇവിടെ. ചെറുപ്പത്തിലുള്ളതാ. പെട്ടെന്നായതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. മുഖത്തിനൊന്നും വലിയ വ്യത്യാസമില്ല. ഇത് മതിയെ, എല്ലാവരും ചെറുതായിട്ടല്ലേ വലുതാകും. അടുത്ത ആഴ്ച വരുമ്പോ ഇവരുടെ ക്യാമറ കൊടുത്തു വിടാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. എന്നാ ശരി. അപ്പൊ ചേർത്തി പറഞ്ഞ പോലെ ഞാൻ അവരുമായിട്ട് വരാം. ഈശോയെ, പുരുഷോ
പുരുഷോ കായലരികത്ത് ബലയെറിഞ്ഞപ്പം ബലകിലുക്കിയ സുന്ദരി. കല്യാണം ഉറപ്പിച്ചേ. താൻ ചുമ്മാ അതൊന്നും പറയല്ലേ. അല്ലെന്നേ, പെണ്ണ് കാണാൻ വന്നവര് തിരിച്ചു പോകുമ്പോ രാജപ്പന്റെ കടയിൽ കയറി പാളയക്കലെ കുറിച്ച് ആലീസിനെ കുറിച്ചും ചോദിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. രാജപ്പൻ നല്ല അഭിപ്രായം പറഞ്ഞു, കല്യാണം ഉറപ്പിച്ചു. എടാ അവര് എവിടത്തുകാരാണെന്ന് വല്ലതും പറഞ്ഞ കേട്ടാ? അതൊന്നും ഞാൻ കേട്ടില്ല, എനിക്ക് അറിയല്ല. കറിയാച്ചെന്നാപ്പന്റെ പേര്, വീട്ടുപേരല്ല ഞെക്കൽ, സ്ഥലം മേലുകാവ്, വഴിപുല്ലോത്തുകാവ്. ഇത്രയും പറയണ ഞാൻ കേട്ടു. മതി, ഇത് മതി, ഇത് മതിയടാ, ഇത് മാത്രം മതി. ആ ആരാ? മേലുകാവിന്നാ. ഇതിവിടെ തരാൻ പറഞ്ഞു, കറിയാച്ചൻ തന്നതാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്തേലും കഴിച്ചിട്ട് പോ. വേണ്ട, പോയിട്ട് തിരക്കണ്ടേ. മാളിയേക്കൽ മറിയാച്ചേട്ടത്തിക്ക് മേലുകാവ് കറിയാച്ചൻ എഴുതുന്നത് അവിടുത്തെ കൊച്ചിനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്തു. കൊച്ചിന് പഠിപ്പുണ്ട്, സുന്ദരിയാണ്, അതും സന്തോഷമുള്ള കാര്യം. ഇതൊന്നും കൂടാതെ കൊച്ചിന്റെ മറ്റു ചില യോഗ്യതകൾ കൂടി ഞങ്ങൾ അറിഞ്ഞു. അത് അതിലേറെ സന്തോഷം തരുന്നു. വല്ലപ്പോഴും ഇത്തിരി കള്ളൊക്കെ കുടിക്കുമെങ്കിലും കർത്താവിങ്കിൽ സമർപ്പിച്ച ജീവിതമാണ് എൻ്റേത്. എന്തായാലും ചെക്കൻ കുടിക്കില്ലല്ലോ, എനിക്കത് മതി. സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ മറിച്ചു വിൽക്കുന്ന പണിയാണ് എനിക്ക്. എന്നുവെച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് പെണ്ണിനെ സംഘടിപ്പിച്ച് എൻ്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏതോ ഒരു അന്യജാതിക്കാരൻ ചെറുക്കൻ്റെ കൂടെ കറങ്ങി നടന്ന പെണ്ണിനെ ഒരു നിരപരാധിയുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് കരുതിയത് അതിബുദ്ധിയാണ്. നാട്ടുകാരറിയട്ടെ നിങ്ങളുടെ തറവാട്ട് മഹിമ. നിർത്തുന്നു എന്ന് കറിയാച്ചൻ. എന്നാ അമ്മച്ചി? അവൻ എന്നാ എഴുതിയേ? സെക്കൻഡ് ഹാൻഡോ? സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞ ഉപയോഗിച്ചു എന്നല്ലേ അർത്ഥം? അതെ, അത് അവന്റെ അപ്പന്റെയാ. പാട്ടാവുമെന്ന് എന്റെ പേര്. അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട കുഞ്ഞു പറയുന്നതിന് ഞാനൊന്ന് കാണട്ടെ. അവന് കൊടുത്തോളാം ഞാൻ ബാക്കി. ഇതിപ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണും. ഈശോയെ, എന്നാത്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? കർത്താവ് പരീക്ഷിച്ചോട്ടെ, അത് കർത്താവിന്റെ ജോലി. പക്ഷേ മാളിയേക്കൽ മറിയാമ്മയ്ക്ക് പരീക്ഷണങ്ങളൊന്നും പുത്തിരിയല്ല. എന്നതായാലും അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ മറിയാമ്മ തീരുമാനിച്ചിട്ടില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നതാ അച്ഛൻ കാറയിലൊക്കെ? കാറേ വരേണ്ട കാര്യത്തിന് കാറേ വരും, ലോറി വരേണ്ട കാര്യത്തിന് അങ്ങനെ വരും. ഓ അപ്പച്ചനോ തമാശ പറഞ്ഞാ? മനസ്സിലായി, ഞാനും അതെ. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഇച്ചിരി കാര്യമായ കാര്യത്തിന് തന്നെ. അച്ഛൻ എന്നതാ അവിടെ തന്നെ നിൽക്കുന്നേ? ഏറി ഇരുന്നാട്ടെ. ഞാൻ മാത്രമല്ല, കൂടെ വേറെ ആൾ കൂടി ഉണ്ട്. വിളിക്കട്ടെ? അതാരാ? ഓ, ആളിനെ നിങ്ങളൊക്കെ അറിയുന്നേ. ചേട്ടത്തിയെ ഒന്ന് ഇറങ്ങിയാട്ടെ. വാന്നേ ചേട്ടത്തി, എന്നാ തന്നെ വൈക്കളപ്പിക്കുന്നേ? സ്വന്തം പോലെ അങ്ങ് കരുതിയാ മതി. ഇത് നമ്മുടെ മാളിയേക്കലെ മറിയല്ലയോ? പാവം വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോയല്ലോ. ആ കേറി വാ. ചേട്ടത്തി ഇരിക്കും. ആ പിന്നെ അച്ചോ, അച്ഛൻ ഒരിക്കൽ സിമിത്തേരിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇത്തിലൂടെ സ്ഥലം കിട്ടിയാ കൊള്ളായിരുന്നു. ആ തെക്കേ ഭാഗത്ത് കിടക്കുന്ന ആ 60 സെന്റ് അങ്ങ് തന്നേക്കാം. കാശൊന്നും വേണ്ട. പക്ഷേ അത് 40 സെന്റും ഏനാമ്പറമ്പുകാർക്ക് വേണ്ടി ഒഴിച്ചിട്ടേക്കാം. ചത്തു കഴിഞ്ഞാണെങ്കിലും കണ്ട അരപരാധികളുമായിട്ടുള്ള സമ്പർക്കം അങ്ങ് ഒഴിവാക്കാലോ എന്ന് വെച്ചാ. പരിശുദ്ധമായ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി കയറി വന്നപ്പോഴാ പരിച്ചാൻ ഈ സെമിത്തേരിക്കാരൊക്കെ എടുത്ത് വിളമ്പുന്ന. ആന്നോ? എന്നതാ കാര്യം? ഒരു കല്യാണക്കാരിയാ. ദേ മറിയച്ചേടത്ത് ഇങ്ങോട്ട് വന്നേക്കുന്നത് തന്നെ അതിനും വേണ്ടി. എന്നാ കേൾവിയായി കേൾക്കുന്നേ? ഇവരുടെ കെട്ടുവാൻ ചത്തിട്ട് 10-30 കൊല്ലം ആയില്ലയോ? എന്നിട്ട് ഇപ്പോഴാണോ
ഇങ്ങനെ ഒരു കമ്പം തോന്നുന്നത്? അതെ, ഇയാളുടെ വാലിരിക്കുന്ന ദുഷിപ്പ് മണക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്ന കാര്യം എന്തായിരിക്കുമെന്ന് ഇങ്ങനെ കൃത്യമായി ഊഹിച്ചു കാണുമെന്നും എനിക്കറിയാം. അതൊക്കെ എനിക്ക് മനസ്സിലായച്ചോ. പക്ഷെ മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഈ കാര്യവും പറഞ്ഞോണ്ട് ആ വീട്ടിലോട്ട് കയറി ചെന്നപ്പം ആട്ടി ഇറക്കിയതല്ലേ. അച്ഛനും സാക്ഷിയാണല്ലോ. പിന്നെ എന്നാത്തിനാ അതേ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നേ? വേണ്ട, പിന്നെയും ചരങ്ങ് മാന്തി പൊളിക്കണ്ട. മറിയ ചേർത്തേക്ക് ചില ചില്ലറ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മറക്കുക. ഇന്നലെ വരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കുക. മനുഷ്യരെ നല്ല വഴിക്ക് നയിക്കാനാ കർത്താവ് എനിക്ക് ഈ ലോഹയിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്, അല്ലാതെ തല്ലുപിടിക്കാനല്ല. എന്നാ പിന്നെ ഇനി വർത്തമാനല്ല, നമുക്കതങ്ങ് നടത്തിയേക്കാം. മനുഷ്യനെ നല്ല വഴിക്ക് നടത്തിക്കാൻ കർത്താവ് ലോഹം തന്നെ പറഞ്ഞു വിട്ടാന്നല്ലേ അച്ഛൻ പറഞ്ഞേ. ഇനി അച്ഛൻ തെളിച്ച വഴിക്ക് പൈലി നടന്നില്ലാന്ന് അച്ഛൻ ചെന്ന് കർത്താവിനോട് പരാതിയൊന്നും പറയണ്ട. കുട്ടി, എന്തോ ഇവർ കുടിക്കാൻ എന്നാന്ന് വെച്ചാ കൊടു. ഹോർലിക്സോ ബോൺവിറ്റായോ എന്നാന്ന് വെച്ചാ. രക്ഷാക്കുട്ടി, ഇപ്പൊ ഒന്നും വേണ്ട കൊച്ചേ, പിന്നെ ആവട്ടെ. ഇപ്പൊ ഇത്രയും കാര്യം, ബാക്കിയൊക്കെ പള്ളി വെച്ച്. അപ്പൊ ശരി, കാണാം. ശരി, ഓക്കെ. അച്ഛോ, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളു. എന്ന് വെച്ച് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയല്ലോ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അല്ല, അതെന്താ അച്ഛോ പൈലി അങ്ങനെ പറഞ്ഞേ? അതെ, എനിക്ക് ഈ പള്ളിയിൽ മൂന്നാന്റെ പണിയല്ല. ഏതായാലും നിങ്ങൾ പറഞ്ഞതിന്റെ അത്രയും പറഞ്ഞില്ലല്ലോ. ചേട്ടത്തി വല്ലാണെങ്കിൽ എഴുതാൻ പുറമാക്കാൻ നിൽക്കണ വണ്ടിക്കത്. ഓ, എടി, ഈ അടിച്ചിട്ടതൊക്കെ വാരി എടുത്തോണ്ട് പോയി. വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറയാന്ന് വിചാരിച്ചപ്പം ഇവിടുത്തെ ഫോൺ കിട്ടുന്നത്. എന്നാ പിന്നെ നേരെ ഇങ്ങ് പോരാമെന്ന് വിചാരിച്ചു. എന്നാത്തിനാ? അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ആഴ്ച തന്നെ വന്നേക്കാമെന്ന്. പിന്നെ ഇവർക്ക് കൂടി കൊച്ചിനെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. വഴിയെ പോണ വല്ലവന്മാരെയൊക്കെ വിളിച്ചു കാണിക്കാനേ ഇവിടെ ആരും ചന്തയൊന്നും നടത്തുന്നില്ല. നേരത്തേക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ കറിയാച്ചനാ മേലുകാവിലെ. ഇവരെ തന്നെ ശരിക്കും മനസ്സിലായത് കൊണ്ടാ പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു പെങ്കൊച്ചില്ല. ഞങ്ങളന്ന് വന്ന് പെണ്ണ് കണ്ടേച്ചും പോയതാ. ആ, കണ്ടേച്ചു പോയായിരുന്നല്ലോ. അതിനുശേഷമുള്ള വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ എന്നാത്തിനാ കെട്ടി എഴുന്നള്ളിയേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊച്ചിനെ കുറിച്ച് എങ്ങാനും വേണ്ടാതിനെ പറഞ്ഞു വരുത്തിയാ എന്റെ തനി കൊണം താൻ കാണും. ഏതോ താൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. അവക്കൊരുത്തിനായിട്ട് ലോഹ്യം ഉണ്ടായിരുന്നു. അതിന് തനിക്ക് എന്താ ചെയ്തോ? നിങ്ങൾ ഇത് ആരുടെ കാര്യമായി പറയുന്നത്? ഞാൻ മേലുകാവ് കറിയാച്ചൻ. താനിപ്പോ കിടന്ന് ഉരുളണ്ട. താൻ പറഞ്ഞല്ലോ എന്റെ കൊച്ചു പിഴയാണെന്ന്. അല്ല, ഇപ്പോഴല്ലേ അഭിപ്രായം മാറി? എന്നായാലും തന്റെ കുടുംബത്തിലേക്ക് ഞാൻ പെണ്ണിനെ തരുന്നു. താൻ കരുതുന്നുണ്ടാവും എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയ അവൾ ആ മൂല കിടന്നു പോകുന്നു. ആ, ഇനി അതും പറഞ്ഞിട്ട് സ്ത്രീധനം കൂടുതൽ ചോദിക്കാലോ. അവളുടെ കെട്ട് ഞാനങ്ങ് ഉറപ്പിച്ചു. അവളെ കുറിച്ചുള്ള സർവ്വ വിവരങ്ങൾ അറിയാവുന്ന ആളാ ചക്കൻ. അസല് തറവാടി. ഏനാമ്പറമ്പിൽ പൈലിയുടെ മോൻ ബെന്നി. ഇനി വേണേ താൻ ചെന്നിട്ടൊന്ന് കോലിട്ട് അങ്ങോട്ട് ഇളക്കി നോക്ക്. ഏതാണ്ട് കളിപ്പീരായിപ്പോയി. കല്യാണത്തിന് വാക്ക് തന്നേച്ച വേറെ ഏതാണ്ട് പുളിങ്ങോപ്പ് കണ്ടപ്പോ തള്ളച്ചി അതേലോട്ട് ചാടി അങ്ങ് പിടിച്ചു. താനിപ്പോ എന്താ പറഞ്ഞേ? തള്ളച്ചീന്നോ? ദേ, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, താൻ ഏത് ചൊറിയാച്ചനാണെങ്കിലും വച്ചേക്കില്ല ഞാൻ. ആവശ്യത്തിന് എന്നെ വിളിക്കുന്നേ നാക്കിന് നേരെ നിറയില്ലാത്ത നിങ്ങൾ പിന്നെ അൽഫോൺസാമെന്ന് വിളിക്കണം. പെങ്കൊച്ച നേരെ ചോയ വളർത്താതെ ഓരോ പൊക്കണക്കേട് കാണിച്ചേച്ച് ബാക്കിയുള്ളവരുടെ മെക്ക് കയറാൻ നോക്കുക. എന്റെ മുറ്റത്ത് വന്ന് എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരാടി പോത്തെ? പോത്ത് നിങ്ങളാ തള്ളേ. ഞാൻ വൃത്തിയായിട്ടുള്ള നമുക്ക് വേണ്ടാനേ. ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. എന്റെ പൊന്നെ, ഏതാ പുലി കുരിശിലും ഇത് പരുന്തപ്പാറയാണോ വട്ടപ്പാറയാണോ? ഓ,
വട്ടംപാറ തന്നെയാ. മാളിയൊക്കെ വീട്ടിൽ പോയതാണല്ലേ? കറിയാച്ചൻ മേലുകാവ്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ സുധി. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? ഞങ്ങളൊക്കെ ആരോ ആണ്. ചേട്ടൻ ഭയങ്കര ഫേമസ് അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കും സുധി. കറിയാച്ചൻ ഒന്ന് ഇറങ്ങിക്കേ. കല്യാണം പറ്റാണോ? അല്ലോളാ ഒന്ന് ഇറങ്ങിക്കേ. ഇറങ്ങ്. ഞാൻ തുറന്നുതരാം. വലുതേലും ചേർക്കാം, വലുതേലും. അമ്മാവൻ പരിഷ്കാരമുള്ള അതൊന്നും അല്ല, മുണ്ട് പറഞ്ഞു പോയതാ. ഞാൻ വിചാരിച്ച് വളക്കിട്ട് പോയതായിരിക്കും. നിങ്ങൾ വല്ല നക്സൽ ബാരികളോ മറ്റാണോ? ആണെങ്കിൽ ഒരു അപേക്ഷ ഉണ്ട്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാവം വണ്ടിക്കച്ചവടക്കാരനാ. അപ്പൊ എന്റെ അന്വേഷണം കറക്റ്റല്ലേ? എന്റെ ഒരു അളിയച്ചാറുണ്ട്, അവന്റെ അനിയന് നക്സലേറ്റിലാ ജോലി. നക്സലേറ്റിൽ എന്ത് ചെയ്യുന്നു? നക്സലേറ്റിൽ കട്ടിങ്സ്. ഓ, എന്റെ മകൻ ഷേവിങ്ങിലായിരുന്നു. ഞങ്ങള് നക്സലൈറ്റുകളൊന്നും അല്ല, പക്ഷെ ഞങ്ങളെ നക്സലൈറ്റുകൾ ആക്കരുത്. അപ്പൊ മാളിയേക്കൽ വീട്ടിൽ പെണ്ണിടാൻ പോയിരുന്നില്ലേ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അതിനു പിന്നാലെ പെണ്ണിനെ കുറിച്ച് കുറെ മോശമായ കഥകൾ എഴുതി കത്തുണ്ടാവും. പെണ്ണിന് എന്തോ വേറെ എന്തോ പ്രേമുണ്ടെന്നോ സെക്കൻഡ് ഹാൻഡ് ആണോ അങ്ങനെ. പിന്നെ എന്തിനാടോ വീണ്ടും ആ വീട്ടിലോട് കയറി ചെന്നേ? അല്ല, അത് ശരി. അപ്പൊ അതിനെ പിന്നിൽ പുറത്തേക്ക് ഞാനല്ലേ കത്തെഴുതിയത്? അപ്പൊ നിങ്ങൾ തന്നെയാണ് ആ പണി ചെയ്തതല്ലേ? അതെ, ഞങ്ങൾ തന്നെ ആ പണി ചെയ്തത്. അതൊട്ടും ശരിയായില്ല. അത് ശരിയായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ? നിങ്ങൾ ആ കല്യാണം നടത്തി അന്ന് രാത്രി എന്നെ കല്യാണ പെണ്ണ് ഇവന്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ നിങ്ങളെ ചെറുക്കൻ വിധവയാകൂലായിരുന്നു. മേലുകാവ് തറവാടിന്റെ അന്തസ്സും ആഭിജാത്യം പമ്പ കടക്കൂലേ? വീട്ടുകാരൊരുമിച്ച് ഒരു മാറ്റിന് കാണാൻ പോകും. മാറ്റി പോട്ടെ, സെക്കൻഡ് പോകാൻ പറ്റുമോ? വലിയ ഉപകാരം. വലിയ ഉപകാരം, വലിയ ഉപകാരം. കേറിക്കോ, കേറിക്കോ. കേറട്ടെ, കേറട്ടെ. അതെ, ഒരു സംശയം. അപ്പൊ പിന്നെ ഈ ഏനാം പറമ്പി ബെന്നിക്കുട്ടി ആരാ? ബെന്നിക്കുട്ടി കണ്ടിട്ടുണ്ട് അങ്ങ് കവലെ വെച്ച്. ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ താനായിട്ട് അവളെ എന്നെ മുന്നിൽ കൊണ്ടു തന്നു. ആ കള്ളക്കത്തും ആലോചന മുടക്കലൊക്കെ നന്നായി. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. പിന്നെ വേറൊരു കാര്യം, എനിക്ക് അവളോട് തോന്നുന്ന ഈ ആവേശമൊക്കെ ജീവിതകാലം മൊത്തം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവളുടെ മേലുള്ള പച്ചപ്പൊക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇനിയൊക്കെ ഒരു ചടങ്ങാവും. അപ്പം വേണേ താൻ വിളിച്ചോണ്ട് പോയിക്കോ. ഇത് വേണ്ട, ഇത് തനിക്കുള്ള ക്ഷണക്കത്താ. കല്യാണത്തിന് സാക്ഷിയാകാൻ താൻ തീർച്ചയായിട്ടും വരണം. മരം വിളിക്കണം. പോട്ടെ. പോട്ടെ പോട്ടെ. മക്കളെ നടന്നു പോയ കാര്യമില്ല. ബോക്കിയായി കെട്ടഴിക്കടാ. തലേ കെട്ടല്ലടാ, ചാക്കിന്റെ കെട്ടഴിക്കാൻ. ചാക്കോ? ചാക്കോ അല്ല, തൊമ്മൻ. മൂത്ത കൊലയൊന്നും ഒന്നരട്ടാ, നല്ല മണമൊക്കെ വന്നുണ്ട്. ഞാൻ സബ് രജിസ്ട്രാർ കുഞ്ഞമ്പിള്ള. നാട്ടുകാരെന്നെ കുപ്പി എന്ന് വിളിക്കും. കുനിച്ചിരുത്തി പള്ളക്കെട്ട് കുത്തും. അല്ല, ഇതെന്തെങ്ങനെ ചാക്കി കയറി വന്നേ? ചാക്കിലാണല്ലോ എന്റെ സ്ഥിരം യാത്ര. അതെന്താ? അതെന്താണെന്ന് ചോദിച്ചാ, ഓരോരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാരെനിക്ക് ക്ഷേക്കേണ്ടി തരും. ഞാൻ കൈ തുറന്നു നോക്കുമ്പോ അത് നിറയെ കാശ് കാണും. എന്നിട്ട് ഇവന്മാര് തന്നെ കൈക്കൂലിക്കാരാ കൈക്കൂലിക്കാരാ എന്ന് വിളിക്കും. ഈ ഷേക്ക് ഹാൻഡ് കൂടി കഴിഞ്ഞപ്പോ എന്റെ കിറിക്കിട്ടവന്മാര് കുത്താൻ തുടങ്ങി.
എന്റെ അനിയ പിന്നെ എനിക്ക് ചാക്കി കയറിയല്ലേ വരാൻ പറ്റൂ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, 10 കാശ് കയ്യിൽ കിട്ടിയ പുളിക്കോ? എനിക്കും കുടുംബം പ്രാരാബ്ദത്തുള്ളതല്ലയോ. അപ്പൊ കുടുംബം? ഈ കുടുംബം എന്ന് പറയുമ്പോ ഞാൻ 2 പേരെ പ്രേമിച്ചു. ഈ 2 പേരും എന്നെ അങ്ങ് ചതിച്ചു. അതെങ്ങനെ? ആദ്യം പ്രേമിച്ചവള് ഒരു കറവക്കാരന്റെ കൂടെ അങ്ങ്. രണ്ടാമത്തവള് അവൾ എന്റെ കൂടെ തന്നെ ഉണ്ട്. അതല്ലയോ ഏറ്റവും വലിയ ദുരന്തം. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കൂട്ടത്തില് ആരാണ് ഈ പ്രേം നസീർ? ഈ പ്രേം നസീർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രേമിക്കുന്ന ആള് എന്നാണ്. എടാ വീര, അല്ലപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പ്രേമിച്ച് കിട്ടുന്നവരോട് എനിക്ക് ഭയങ്കര താല്പര്യം. റിട്ടയർഡ് ചെയ്യുന്നതിന് മുമ്പ് 2000 കല്യാണം നടത്തി കൊടുത്ത് റെക്കോർഡ് ഇടണമെന്നുള്ളത് എന്റെ ഒരു മോഹമായിരുന്നു. ആ റെക്കോർഡ് ഞാൻ നേടാൻ പോകുന്നത് നിന്നിലൂടെയാണ്. എന്ത് ത്യാഗം സഹിച്ചായാലും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പെണ്ണിനെ നിന്റെ കഴുത്തിൽ കുരുക്കിയിരിക്കും. അയ്യോ കൊച്ചു പേടിക്കണ്ട, ഞാൻ നിന്റെ രക്ഷകനായിട്ട് വന്ന ആളാ. പേടിക്കണ്ട, ഇത് ഞാനാ. ഇറങ്ങി വാടാ, ഇറങ്ങി വാ. കൊച്ചു മാത്രമേ ഉള്ളൂ ഇവിടെ. ഇറങ്ങി വാടാ. കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുകയാണോ? ഒപ്പിട കൊള്ളമാകുമല്ലേ ഇപ്പം. അയ്യോ ആ രോമുട്ടിന് വാതില്. അയ്യോ കെട്ടിപ്പിടിച്ചോണ്ട് മാറണം. നീ ആയിരുന്നോടാ? ആരാടിവൻ? സബ് രജിസ്റ്റർ കുഞ്ഞമ്പിള്ള. കുഞ്ഞപ്പ രജിസ്റ്ററിൽ ഒപ്പിട്ടെന്ന് തോന്നുന്നു. എന്റെ അമ്മേ, അമ്മ എന്താ ആലീസ? എന്തു പറ്റി ആലീസ്? ആലീസ് നീ കാര്യം പറ, എന്താ ഉണ്ടേ? കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോയനെ. അമ്മച്ചിക്കൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന. അത് കർത്താവ് കേട്ടു. എന്റെ മോൾ എനിക്കൊരു വാക്ക് തരണം. ഇനി അഥവാ ഈ അമ്മച്ചി മരിച്ചു പോയാലും ഈ കല്യാണം നടക്കണം. മറ്റെല്ലാം നീ മറക്കണം മോളെ, ഈ അമ്മച്ചിക്ക് വേണ്ടി. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. വിവാഹ സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന ഞങ്ങളുടെ വിശ്വാസം അവിടെ ഞാൻ കാത്തിരിക്കും എന്റെ സുധിയെ. അങ്ങനെ
കാര്യങ്ങൾ ചിന്തിക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്കാവില്ല. ആലീസ് പൊയ്ക്കോ. സാരമില്ല, വിട്ടേക്ക്. 2000 കല്യാണം തയ്ക്കാനുള്ള എന്റെ മോഹം. ഗോവിന്ദ. അവള് പറഞ്ഞെന്താ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, അവളോടെ കാത്തിരിക്കാന്ന്. എങ്കിലും അവളോടെ കാത്തിരിക്കുള്ളൂ. നമ്മളാരും ആ വഴിക്ക് പോകാൻ പോണില്ലേ. അവള് ഓട്ടറാ പോയി പണി വെക്കാൻ പറയണ അവളടുത്ത്. അൻസാറേ വണ്ടിയറാ. സുധി, നമുക്ക് നേരെ ഊട്ടിക്ക് പോയാലാ. ഇവിടെ നിന്ന് 100 കിലോമീറ്റർ ഉള്ള ഊട്ടിക്ക്. എന്തായാലും മൂടോട്ടെ, ഇനി 2 ദിവസം ഊട്ടി പോയി കിടക്കാം. എന്താണ് ഈ കാണിക്കണത്? ഞാൻ പോവാ. എങ്ങോട്ട്? എനിക്ക് അവളെ കാണണം, ആലീസിനെ. എടാ നമ്മള് വിട്ട കേസാ, പിന്നെ നീ എന്തിനായാലും കടിച്ചു. എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല, എനിക്ക് അവളെ കാണണം. ഇവരോട് പറഞ്ഞാലും മനസ്സിലാണ്. നീ അവിടെ നിന്നേടാ. നീ എന്ത് മണ്ടത്തരോ നീ പറയണത്? നമ്മളാ ചീട്ട് കീറിക്കളഞ്ഞല്ലേ. എടാ അവള് തന്നെ പറഞ്ഞല്ലടാ ശപിക്കല്ലേ വെറുക്കല്ലേ. എടാ അതിനർത്ഥം നിന്നെ അവക്ക് വേണ്ടെന്നല്ലേ? അവളങ്ങനെ പറഞ്ഞോടെ എന്നെ വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞോളൂ. അവള് പറഞ്ഞല്ലോ, അവളെ അങ്ങ് മറന്നേക്കാൻ. പിന്നെ എന്നെ ഉണ്ടാക്കാനാടാ നീ ഇങ്ങോട്ട് എണ്ണലിയത്? അത് നിങ്ങൾ അവളെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? വിഷമടിച്ചും കള്ളക്കണ്ണിനും കാട്ടി തന്തമാരും തള്ളമാരും ഭീഷണിപ്പെടുത്തിയ ഏത് പെൺകുട്ടി അങ്ങനെ പറയൂ? എന്നിട്ട് നിങ്ങളാരും ചത്തില്ലല്ലോ. ഞാനേ കൊച്ചിയിൽ ജനിച്ചവനാ. കൊച്ചിക്കാരൻ പയ്യൊരു പെണ്ണെ പ്രേമിച്ച അവളെ സ്വന്തമാക്കിയിരിക്കും. നിങ്ങളുടെ ഭാഷ പറഞ്ഞ അല്ലല്ലോ മെനക്കെടുകയല്ല. ഏലിക്കുട്ടി വിളിയടി നിന്റെ കെട്ടിയോനെ. പിന്നെ കെട്ടിയോ വന്ന് എന്നെ കൊളുത്തും. എടച്ചക്ക, ഞാനൊരു കിളവിയാന്ന് വെച്ച് വല്ലാതങ്ങ് പൊങ്ങണ്ട. ചൂണ്ടാണി വരല് കേട്ടി ഞാൻ. ഇന്ന് എന്റെ ആലീസിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. വിളിച്ചോണ്ട് പോയില്ലടാ ചെക്കനെ. അഹങ്കാരത്തിന്റെ കൈയും കാലും മറച്ചോളാം നിങ്ങൾ. എന്ന് വെച്ച് എന്നോട് ചാടാവുന്നുണ്ടല്ലോ, എന്റെ തലയും മകവും തള്ള അറിയും. ബാക്കി നാളെ പള്ളി വെച്ച് വേണം. അപ്പൊക്കാണ് ആരാരെ കിട്ടുന്നു. അങ്ങോട്ടോ ഒലത്തും പൊടിയാത്ത് വന്നേക്കണോ അറിയാൻ സുധി വേഗം വിളി, സമയാകാറായി. കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോ. പിന്നെ 10 മണിക്ക് നമ്മൾ പള്ളി ചെല്ലും. 10:12 സുധി ആലിസിന്റെ കെട്ടി താലി കെട്ടും. പിന്നെ നമ്മൾ എല്ലാരും കൂടി ഹണിമൂണിന് പോകുന്നു. അപ്പൊ പെണ്ണിൻകുട്ടിന് വന്നെന്തി? അതിനല്ലേ നമ്മൾ തിവാഗൂസിനെ അറേഞ്ച് ചെയ്തേക്കണം. തിവാഗു എന്ന് പറഞ്ഞ സ്ഥിരം വാടക ഗുണ്ടകൾ. പെണ്ണിയും കൂട്ടര പരിസരത്ത് വന്ന് അവർ അടുപ്പിക്കില്ല. വണ്ടി മാറ്റാം. ഇല്ലേ തന്നെ എന്നായി ഇട പോയി വണ്ടി കേടായി പോയാ. വണ്ടി കേടാവാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് വണ്ടി എടുത്ത് മാറ്റാൻ. എന്നാ വന്ന് കേടാക്കടാ. ഈ വണ്ടി ഒന്ന് തള്ളി മാറ്റിക്കേ. തള്ളി മാറ്റാൻ ബുദ്ധിമുട്ടാ. വേണമെങ്കിലേ പീസ് പീസാക്കി മാറ്റി തരാം. ഇനി ഈ വണ്ടി ഇവിടെ ഇട്ട് കത്തിച്ചാലും ശരി, ഞാൻ പള്ളിയിൽ എത്തിയിരിക്കും. അവളുടെ കഴുത്തിൽ മിന്നും കെട്ടിയിരിക്കും. വരട്ടെ. അങ്ങനെ അങ്ങോട്ട് പോകല്ലേ. നിന്നെ അടക്കേ വണ്ടി ഇട്ടാൻ കത്തിച്ചാലോ? എനിക്ക് വാടാ, വന്ന് കത്തിക്കടാ.
എന്താണ് അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഒന്നുമില്ല, എന്റെ കല്യാണമാണ് സാർ. എന്റെയും കല്യാണമാണ് സർ. നിങ്ങൾ തമ്മിലാണോ കല്യാണം കഴിക്കുന്നത്? അല്ല സാർ, ഇവര് തമ്മിലല്ല. പിന്നെ നിങ്ങൾ തമ്മിലാ? അല്ലല്ല, ഞാൻ പറയാം. ഇവനൊരു പെണ്ണെ സ്നേഹിക്കുന്നു, ഇവനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു. എന്നാ ഇവന്മാർക്ക് അവരെ അങ്ങ് കല്യാണം കഴിച്ചാ പോരെ? അതിന് കഴിയില്ല സാർ. ഇവര് രണ്ടുപേരും സ്നേഹിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണെ തന്നെയാണ്. രണ്ടുപേരും കൂടി ഒരു പെണ്ണിനെ കെട്ടി ആരാരെ കെട്ടിയാലും എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കരുത്. സാറേ, സാർ അവരെ വിടരുത്, അവർ നക്സലൈറ്റുകളും സാർ, അവരെ വിടരുത്. അത് ശരി, പാതിരാത്രിക്ക് വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനുള്ള പ്ലാനായിരുന്നു അല്ലടാ? ഞങ്ങൾ ആരും നക്സലൈറ്റുകളല്ല സാർ. അപ്പൊ താനോ? ഞാൻ നേരത്തെ അല്ല. ഞങ്ങളെ വിശ്വസിക്കൂ സാർ, ഞങ്ങൾ നക്സലൈറ്റുകളല്ല. അതൊക്കെ ഞങ്ങളാക്കിക്കൊള്ളാം. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നിങ്ങളൊന്നും അറിഞ്ഞല്ലടാ. കോൺസ്റ്റബിൾ വണ്ടി വിടൂ. ആലീസേ, പേടിച്ചു പോയോ? ആലീസിന് ഇഷ്ടമുള്ള കഴിച്ചോ. ആലീസിന് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ഇല്ല. എന്നെങ്കിലും നീ എന്റേതാകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞു, സ്നേഹം നിർബന്ധിച്ച് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുവന്നതും ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചതും നീ കരുതുന്ന പോലെ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ബെന്നി നിന്നെ തെരഞ്ഞ് നടക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നിന്റെ വല്യമ്മച്ചേക്കാൾ കൂടുതൽ. അവന്റെ കയ്യിലൊക്കെ പെടാതിരിക്കാനാ ഞാനിതൊക്കെ ചെയ്തത്. ചെന്ന് കഥ ഓർക്ക്. ചെല്ലേ. എന്താണ് ഈ കാണിക്കണത്? ഒന്ന് പയ്യെ കെട്ടിപ്പിടിക്കണം. ഏത് കണ്ട തകർക്കണ്ട നമുക്ക്. ചിരിക്കണം. അയ്യോ, നീ ഇവള് നിന്റെ അല്ലടാ. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാരണം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇവരുടെ കല്യാണം നടന്നു എന്ന് പറയാം. പോലീസുകാരുടെ മർദ്ദനോത്സവം കഴിഞ്ഞപ്പോഴേക്കും ഉൽപാദനോപകരണത്തിന് തകരാറുണ്ടെങ്കിലും ബെന്നിക്കുട്ടിയുടെ കയ്യിലിരിപ്പ് ഇപ്പോഴും തുടരുന്നു.